Hello, guys. Welcome back to the podcast. അല്ലെങ്കിൽ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. സോ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഗൈസ് വി ഡിസ്കസ് ഐഡിയാസ്, പൊളിറ്റിക്സ്, അതേപോലെ ചിലവർക്ക് കോൺട്രവേഴ്സിയായിട്ടുള്ള ഐഡിയാസ്, കോൺസ്പിറസീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഗൈസ് ആദ്യമായിട്ടാണെങ്കിൽ മേക്ക് ഷുവർ യു ചെക്ക് ഔട്ട് അതർ കോണ്ടന്റ്. വെൽക്കം ബാക്ക്. ഇഫ് യു ആർ എ റെഗുലർ സബ്സ്ക്രൈബർ യു നോ വി ആർ ഗോയിങ് ടു കുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പോഡ്കാസ്റ്റ് ചെറിയ ഡിഫറെൻറ്റ് രീതിയിലാണ് പിടിക്കാൻ പോകുന്നത്. പലരും റിക്വസ്റ്റ് ചെയ്ത പോലെ വേറൊരു പാത്തിലൂടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് പോകും. ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. ഗൈസ് ഇതിനകത്ത് പറയുന്നതിന് മുന്നേ ദിസ് ഇസ് നോട്ട് ആൻ എന്റർടൈൻമെന്റ്, പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് ആൻ എന്റർടൈൻമെന്റ് പോഡ്കാസ്റ്റ്. മനസ്സിലായവർക്ക് മനസ്സിലായി. എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണല്ല ഞങ്ങൾ ആരെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി നിങ്ങളിൽ ഇംപ്രിന്റ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഡു യുവർ ഓൺ റിസർച്ച്. പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഞങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. സോ അതൊക്കെ ട്രൂ ആണ്. അതൊഴിച്ച് ബാക്കിയുള്ള ഞങ്ങൾ ഐഡിയാസ് ഒക്കെ വി ഹോപ്പ് വി ആർ റോങ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ കാണാം. ഐ എം സോറി. അത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ ന്യൂസുകൾ, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദി വേൾഡ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ന്യൂസാണ്. നമ്മൾ ഇലോൺ മസ്ക് അല്ലെങ്കിൽ ബ്ലൂ ഒറിജിൻ അല്ലെങ്കിൽ നാസ എന്നൊക്കെ സ്പേസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന പോലെ അടുത്ത 10 വർഷത്തിൽ ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യ 52 സ്പൈ സാറ്റലൈറ്റുകൾ 2029 മുകളിലേക്ക് വിടാൻ ഉള്ള കാര്യങ്ങളും പണിയും തുടങ്ങിക്കഴിഞ്ഞു. പ്രോജക്റ്റ് ഈസ് $2.8 ബില്യൺ പ്രോജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ 25,000 കോടി രൂപ. 25,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 52 സ്പൈ സാറ്റലൈറ്റുകൾ. അതിനകത്ത് കൂടുതലും ക്രോസ് ബോർഡർ ടെററിസം എന്നാണ് നാസയും ഇസ്രോ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ചൈന ബോർഡർ, പാകിസ്ഥാൻ ബോർഡർ, ഇന്ത്യ നേപ്പാൾ, ബംഗ്ലാദേശ് ബോർഡറൊക്കെ ഇനി നമ്മൾ സാറ്റലൈറ്റ് വഴിയായിരിക്കും സർവൈലൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ന്യൂസാണ്, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചെറുതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എയർടെൽ, ജിയോ, VI എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം 15-20% പ്രൈസ് കൂട്ടാൻ പോവാണ്. ജൂൺ മുതൽ എല്ലാവർക്കും പ്രൈസ് കൂടും. അപ്പോൾ ജൂണിന് മുന്നേ ആർക്കെങ്കിലും 1 ഇയർ ചെയ്യണമെങ്കിലോ 10,000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ചെയ്യണമെന്നല്ല, ജസ്റ്റ് അതിനെപ്പറ്റി നോക്കിയിട്ട് നിങ്ങളത് നോക്കുക. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യ ഇത്രയും താരിഫ് അമേരിക്കയുടെ നിന്ന് വാങ്ങിച്ച് കൂട്ടി പ്രൈം മിനിസ്റ്റർ മോദി നമ്മുടെ ട്രംപിന് ചെകിളത്തൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൾസസും ബീൻസും ഗ്രാംസും ഒക്കെ കൺസ്യൂം ചെയ്യുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യവും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യവും ഈ പൾസസ് ഇന്ത്യയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലും തികയാഞ്ഞിട്ട് നമ്മൾ വെളിയിൽ നിന്ന് വരുത്തുകയാണ്. അതിനകത്ത് വലിയൊരു സപ്ലയറാണ് USA. ചെറിയൊരു 30% താരിഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പൾസസിന്. അതും എനിക്ക് തോന്നുന്നു ജിയോ പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു യുഎസിനെതിരെ ഒരു മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ 30% ഈ ഒരു കാലഘട്ടത്തിൽ, അതും ഒരു ഡെവലപ്പിംഗ് കൺട്രി ഡെയർ പോലും ചെയ്യാത്ത കാര്യമാണ്. അത് കൊടുത്തിട്ടുണ്ട്. മിനിസോട്ട എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റുകളിൽ ഫുൾ ഫാമിംഗ് ആണ്, പൾസസ് ഉണ്ടാക്കുന്ന സ്റ്റേറ്റാണ്. അവിടെ വേറെ ഒന്നുമില്ല. അവരും സെനറ്ററും എല്ലാവരും കൂടെ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഡയറക്റ്റ് മോഡിക്ക് റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അതുപോലെ തന്നെ ഒരിക്കലും വാർത്തയിൽ വരാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും വാർത്തയിലോ നിങ്ങളോ കേൾക്കേണ്ട കാര്യമില്ലാത്തൊരു അടുത്ത ന്യൂസാണ്. പത്താൻകോട്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ടൗണിൽ, ഒരു സിറ്റിയിൽ പാകിസ്ഥാൻ ടെററിസ്റ്റുകളെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. AK-47 ഗ്രനേഡുകൾ, ബോംബുകൾ, പിസ്റ്റലുകൾ ഇതെല്ലാം സീസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഗുജറാത്ത്, ഡൽഹി, പഞ്ചാബ് ഈ സ്ഥലങ്ങളിൽ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചേക്കാണ്. റിപ്പബ്ലിക് ഡേയിലേക്ക് പൊട്ടിക്കാനായിട്ട് 52 കാറുകൾ, 52-58 കാറുകൾ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, വാർത്തയിലൊന്നും വന്ന് കാണത്തില്ല. എനിക്ക് ബാഡ് എന്താ അറിയാം, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. പിറ്റേന്ന് ഞാൻ പത്രത്തിൽ നോക്കി, വന്നില്ല, ഫ്രണ്ടിൽ ആഡ് ആയിരുന്നു.
ബാഡ് ഗൈസ്. നമ്മൾ അങ്ങനെ ഒരു രാജ്യത്തിനെ പറ്റിയിലാണ് പറയുന്നത്. ബ്രോ, നമ്മുടെ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് ഈ പോഡ്കാസ്റ്റിൽ വൃത്തിയായിട്ട് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ നമ്മളുടെ ബ്രീഫായിട്ട് പോകുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ന്യൂസുകൾ. നമ്മൾ പോഡ്കാസ്റ്റിലേക്ക് കടക്കുകയാണ്. ഇത് 2 സെഗ്മെൻ്റ് ആയിട്ടാണ് പോകുന്നത്. ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോവാണ്. ഡിയർ ഇന്ത്യൻസ് എന്നാണ് ആദ്യത്തെ സെഗ്മെൻറ്റിൻ്റെ പേര്. ഡിയർ ഇന്ത്യൻസ്, നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കുകയാണ്. കേട്ടിരിക്കാൻ ശ്രമിക്കുക പ്ലീസ്. ഈ പോഡ്കാസ്റ്റ് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത കുറച്ച് ആളുകൾ, ഞാനും ഇവനും നിങ്ങളും ഒക്കെ ആ കൂട്ടത്തിലുള്ള ആളുകളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോൾ നമ്മളുടെ ചിന്താഗതി ചെറുതായിട്ടൊന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിന് തീരെ കംഫർട്ടബിൾ അല്ല, ഞാൻ വിശ്വസിക്കുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ ഫീൽ ഫ്രീ. ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോൾ ഈ യുദ്ധങ്ങൾ എന്തിനാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത ആർമി, ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്തിനാന്ന് പറയുന്നുണ്ട്, നേവി എന്തിനാന്ന് പറയുന്നുണ്ട്. നമുക്ക് ഫോട്ടോയിൽ കാണാൻ, അല്ലെങ്കിൽ ഷോ കാണാൻ, അല്ലെങ്കിൽ നേവി പരേഡ് കാണാനല്ലാതെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം, വൈ ഈസ് ദിസ് എന്നുള്ള ചോദ്യത്തിന് എല്ലാമുള്ള ഉത്തരവാണ് വരുന്നത്. സിംപ്ലി ചെറുതായിട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളുടെ ഒരു കുഞ്ഞ് ഹാപ്പി വീടാണെന്ന് വിചാരിക്കുക. അപ്പുറത്തെ വീട്ടിൽ പുതിയൊരു പണക്കാരൻ വന്നു, വലിയൊരു പണക്കാരൻ, വലിയൊരു വീട്ടിൽ. ആദ്യമൊക്കെ നമുക്ക് കൗതുകം ഉണ്ടാവും, നല്ല കൗതുകം ഉണ്ടാവും. അവർ ക്രിസ്മസ് സ്റ്റാറൊക്കെ ഇട്ടു, അല്ലെങ്കിൽ അവർ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നു, വലിയ പടക്കം, അല്ലെങ്കിൽ വലിയ സ്റ്റാർ, വലിയ ആളുകൾ, വലിയ വണ്ടി. പതുക്കെ പടക്കക്കാരൻ നമ്മളോട് പറയും അത് ചെയ്യടാ, ഇത് ചെയ്യടാ എന്നൊക്കെ പറയുന്നു. നമ്മളെ ചെറുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ നമ്മളോട് അത് പാടില്ല, ഇവിടെ പാടില്ല, കുട്ടികളോട് അവിടെ ഒന്ന് കളിക്കരുതെന്ന് പറയുന്നു. നമ്മുടെ കുട്ടികൾ റോഡിൽ കളിക്കുമ്പോൾ ജനലിനെ കൊള്ളും അകത്ത് കയറാൻ പറയുന്നു. പതുക്കെ നമ്മളുടെ ലൈഫിൽ അവർ ഇൻഫ്ലുവൻസ് സ്ഥാപിക്കും, ഇല്ലേ? അത് എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ കൂടുതൽ കാശുള്ളായത് കൊണ്ട് നമ്മൾ അൺകോൺഷ്യസ്ലി അതിന് സബ്മിറ്റ് ചെയ്യുകയാണ്. അതെ, അതുകൊണ്ടാണല്ലോ ലോകത്ത് എല്ലാവരും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അതെ, ഫ്രീഡത്തിന് വേണ്ടിയാണ്. കാരണം കാശുള്ളവർ അപ്പുറത്ത് നിന്ന് പറയാനിടയിൽ നിന്റെ വണ്ടി ഇനി നാളെ തൊട്ട് ഇവിടെ റോഡിൽ ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ അതത് കേൾക്കും. കേട്ടില്ലെങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്ത് പാവപ്പെട്ടവന് വരും. അപ്പോൾ പതുക്കെ അപ്പുറത്തെ വീട്ടുകാരെ നമ്മളുടെ വീട്ടിലെ കയ്യേറുവും നമ്മളെ അവിടുന്ന് അടിച്ചിറക്കാൻ, അവർക്ക് പുതിയൊരു കാർ ഷെഡ് പണിയാൻ നമ്മളുടെ വീട് വേണമെന്നും, അങ്ങനെ നമ്മളെ അടിച്ചിറക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ, നട്ടലുള്ള വീട്ടുകാരാണ് ഈ താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ അവർ പ്രതികരിക്കും. കുറേയൊക്കെ നമ്മൾ സഹിക്കും. പക്ഷെ നമ്മളുടെ എക്സിസ്റ്റൻസിൽ ത്രെട്ട് വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും, ഇല്ലേ? അപ്പോൾ ഇനി ഒരു 500 വർഷം കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു പ്രതികരണത്തിൻ്റെ കഥയാണ് ഈ ഒരു പോഡ്കാസ്റ്റ്. ഇനി ഒരു 500 വർഷം അല്ലെങ്കിൽ ഒരു 1000 വർഷം കഴിയുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിഹാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനിയൊരു ബുക്കുകളൊക്കെ, നമ്മൾ മഹാഭാരതം അല്ലെങ്കിൽ ഖുറാനൊക്കെ പോലുള്ളൊരു ബുക്കുകൾ ഉണ്ടാവുമ്പോൾ അതിനകത്തെ കഥകളിനകത്ത് വരാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളുടെ അഭിമന്യു മഹാഭാരതത്തിൽ ചക്രവ്യൂഹത്തിനകത്തോട്ട് ഇടിച്ചു കയറും. ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അഭിമന്യു പോകുന്നത് ഒരു കഥയാണ്. അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്ര, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെന്ന് നമ്മൾ എടുത്തു പറയത്തില്ലേ, അതുപോലെ നമ്മളൊരു 500 വർഷം കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, നമ്മളല്ല നമ്മളുടെ 10 ജനറേഷൻ കഴിയുമ്പോൾ ഉള്ളവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു സാധനമാണ് ഡയമണ്ട് നെക്ലസ്, വജ്രമാല എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. അത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ്, ഇന്ത്യയുടെ ഒരു പേഴ്സണൽ അഹങ്കാരം. അതെ, ഇന്ത്യയുടെ ഒരു പേഴ്സണൽ അഹങ്കാരമാണ്. ഇന്ത്യ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എന്താണ് എന്നൊക്കെ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പക്ഷേ ഈ സ്ട്രാറ്റജി നമ്മൾ സഫലീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഇന്ത്യൻ മീഡിയ ആൻറ്റി നാഷണൽ ആണെന്ന് ഞാനും ഇവനും ഒക്കെ പറയുന്നതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വാക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡയമണ്ട് നെക്ലസ് എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ആൻറ്റി നാഷണൽ അല്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചെന്നിരിക്കുക, നിങ്ങൾ 12ാം ക്ലാസ് വരെ പഠിച്ചെന്നിരിക്കുക, നിങ്ങൾ CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, വെളിയിൽ നിന്ന് പഠിച്ചവരാവട്ടെ, എന്തും ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ 3 ഇയർ ഡിഗ്രി എടുക്കുന്നു, 4 ഇയർ BTech ചെയ്യുന്നു, കൊമേഴ്സ് എടുക്കുന്നു, IT എടുക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഹയർ എഡ്യൂക്കേഷന് പോകുന്നു, ജോലിക്ക് പോകുന്നു, വർക്കിന് പോകുന്നു, സോഷ്യൽ മീഡിയ ഫുൾ ടൈം, 24 hours ന്യൂസ്, നമ്മളെ ചാനൽ തുറന്ന 50ഓളം ന്യൂസ് ചാനൽസ്.
ഏതെങ്കിലും ഒരു ചാനൽ ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഡയമണ്ട് നെക്ലസ് സ്ട്രാറ്റജി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. കാരണം അത് നമ്മളുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യില്ല, അത് നമ്മളുടെ രാജ്യത്ത് യൂത്ത് അറിയാൻ പാടില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെ ചോര തിളയ്ക്കും. മനസ്സിലായോ? അതിനെ പറ്റിയാണ് നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി അറിയുന്നതിന് മുന്നേ ഇതിനെ പറ്റി അറിയാവുന്ന വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞാൽ പേള് കൊണ്ടുണ്ടാക്കിയ മാല. ആ പേള് കൊണ്ടുണ്ടാക്കിയ മാലയെ പറ്റി അറിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ നെക്ലസിനെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ മഹാഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ ലിറ്ററേച്ചറൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യം ഉണ്ടായിരുന്നു പണ്ട്, ചിൻ എംപയർ. ചിൻ എംപയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഡെഡ്ലിയസ്റ്റ് സ്പീഷീസ് ഓഫ് ഹ്യൂമൻ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. മനസ്സിലായോ? ഡെഡ്ലിയസ്റ്റ് സ്പീഷീസ് ഹ്യൂമൻ ഹോമോസേപ്പിയൻസിനകത്ത് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചൈനക്കാരനും ആഫ്രിക്കക്കാരനും ഒരു അമേരിക്കക്കാരനും മൂന്ന് ടൈപ്പ് സ്പീഷീസാണ്. ഒരേ ജീനോമും ഒരേ ഇതൊക്കെ ആയിരിക്കാം, പക്ഷെ മൂന്ന് ടൈപ്പാണ്. എൻ്റെ കണ്ണിനെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഒരു ആഫ്രിക്കക്കാരനും ഒരു ചൈനീസുകാരനും ഒന്നാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് എൻ്റെ തോട്ടാണ്, നിങ്ങൾ അങ്ങനെ എടുക്കണ്ട. ഈ കഥയിൽ അത് ബാധിക്കുന്നില്ല. അപ്പോൾ ചിൻ എംപയർ എന്ന് പറയുന്ന ഡെഡ്ലിയസ്റ്റ് സ്പീഷീസ് ജീവിച്ചുകൊണ്ടിരുന്ന കാലത്തെ പറ്റി ഞാൻ ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഇയർ 755 to 763, 755 മുതൽ 763 വരെ, ഏകദേശം 12 വർഷം, 8 വർഷം. ലുഷാൻ റെബലിയൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ നടന്ന കാലഘട്ടത്തിൽ 30 മില്യൺ ആളുകളാണ് മരിച്ചത്. ചൈന എന്ന് പറയുന്ന എംപയറിനകത്ത്, ഇപ്പോഴാണ് ചൈന ആയത്, നേരത്തെ ആ ചൈന എന്ന് പറയുന്ന എംപയർ ഇരിക്കുന്ന സ്ഥലത്ത് 30 മില്യൺ ആളുകളാണ് റെബലിയനിൽ മരിച്ചത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 3 കോടി ആളുകളെ കൊന്നു. അന്നത്തെ സമയത്ത് വേൾഡിന്റെ 25% ഓഫ് പോപ്പുലേഷൻ ഈ റെബലിയനിൽ വൈപ്പ് ഔട്ടായി. മനസ്സിലായോ? അതാണ് അവരുണ്ടാക്കിയ ഇമ്പാക്റ്റ്. അത് കഴിഞ്ഞ് മിങ് ക്വീൻ എറ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന് മിങ് ക്വീൻ എറയിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടന്നു. ഞങ്ങൾക്ക് ഈ ഭരണം ശരിയാവത്തില്ല, ഞങ്ങൾക്ക് ആ ഭരണം ശരിയാവത്തില്ല, എംപറേഴ്സ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്റേണൽ കോൺഫ്ലിക്റ്റിൽ റെബല്യൻ നടന്ന് 20 to 30 മില്യൺ ഡെത്ത് പിന്നെ ഉണ്ടായി. ആ ഡെത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ChatGPTയിലോ ഗൂഗിളിലോ അടിച്ചു നോക്കിയാൽ പറയും, ഡെഡ്ലിയസ്റ്റ് സിവിൽ വാർ റെക്കോർഡ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് എർത്ത്. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു എംപയറിനകത്തെ ആളുകൾ തമ്മിലുണ്ടായ സിവിൽ വാർ ആണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും ആളുകളും തമ്മിൽ ഒപ്പീനിയൻ ഡിഫറൻസ് ആവുന്നതിനാണ് സിവിൽ വാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സിവിൽ വാറിലാണ് മരിച്ചത് 3 കോടി ആളുകൾ. അത് പോട്ടെ, അതൊക്കെ പണ്ടത്തെ കഥകളാന്ന് പറഞ്ഞു വിടാം. 1949 to 1976 ചൈനീസ് എറയിൽ, ഈ എറയിൽ എന്തുവാ പേര് പറയുന്നവര്, അവര് ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള, ഭാവിയിലേക്കുള്ള കുതിപ്പ്. അങ്ങനെയാണ് ചൈനീസ് ഗവൺമെന്റ് ഈ സമയത്ത് പറയുന്നത്. എന്തിനാ അറിയാവോ? ചൈനീസ് ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്ത എല്ലാ പ്രോവിൻസുകളിലേക്കും സ്റ്റേറ്റ് പോളിസി വഴി ഫാമിൻ ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായോ? അവരെ കൊല്ലാൻ വേണ്ടി സ്ട്രാങ്കിൾ ചെയ്തു. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കൃഷി ചെയ്യാൻ സമ്മതിക്കത്തില്ല, അങ്ങോട്ടേക്ക് ഗ്രെയിൻസ് വിടത്തില്ല, അങ്ങോട്ടേക്ക് വെള്ളം വിടത്തില്ല. എത്ര പേരാ മരിച്ചതറിയാവോ? 45 മില്യൺ ഡെത്ത്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് പോളിസി കൊണ്ട് മരിച്ചത് 4.5 കോടി ആളുകൾ. സിവിലിയൻസ്, ചിൽഡ്രൻ, മെൻ, വുമൺ, അമ്മമാര്, അപ്പന്മാര്, നമ്മളുടെയൊക്കെ അപ്പൂപ്പൻ അമ്മൂമ്മ പ്രായം ഉൾപ്പെടെ ഉള്ളവരെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഇൻഡ്യൂസ്ഡ് ഫാമിൻ ക്രിയേറ്റ് ചെയ്തു. നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കി, ഇതൊന്നും കഥകളല്ല, തൊട്ട് മുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഇന്ത്യയുടെ നെയ്ബർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പോട്ടെ, അതും പോട്ടെ, 50 വർഷം മുന്നേ എന്ന് പറയാം. വളരെ റീസെൻ്റ് ആയിട്ട്, ഇയർ ഞാൻ പറയുന്നില്ല, ഗോ ആൻഡ് സെർച്ച്. ചൈന ടിബറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്തെ അനക്സ് ചെയ്തു. ടിബറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുകളിലുള്ള സ്ഥലമാണ്. ഇപ്പം അത് ചൈനയാണ്, ഇപ്പം ടിബറ്റ് ഇല്ല. ടിബറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഹിമാലയത്തിൻ്റെയും ചൈനയുടെയൊക്കെ ഇടയിലോട്ട് വരുന്ന ഒരു മൊണാസ്ട്രിക് ഒരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അവിടെ മോങ്സ് ആയിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. മോങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്യാസിമാർ, അല്ലെങ്കിൽ സ്വാമിമാർ, അല്ലെങ്കിൽ സെയിൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളവരായിരുന്നു കൂടുതൽ. അങ്ങനെ ഈ മോങ്സും പീസും
മൊണാസ്ട്രികളുടെ ഇടയിലോട്ട് ചൈന ഇടിച്ചു കയറുകയാണ്. എന്തുകൊണ്ടാണ്? ഗണ്ണും ടാങ്കും മോർട്ടാർസും കൊണ്ട്. ടിബറ്റ് എന്ന് പറയുന്ന ഏൻഷ്യൻ്റ് ആൻഡ് വെരി ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമാനശാസ്ത്ര അല്ലെങ്കിൽ നമ്മുടെ സൂര്യസിദ്ധാന്ത, ഹിമാലയൻ മോങ്കുകൾ, ഇമ്മോർട്ടാലിറ്റിയെ പറ്റിയുള്ള സോമരസാസ് എന്ന് പറയുന്ന സാധനങ്ങൾ, എന്തിന് അവിടെ നമ്മളുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വിമാന എന്ന് പറയുന്ന ഒരു ഫ്ലൈയിങ് മെഷീൻ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിനെ തേടിയാണ് നമ്മളുടെ ഹിറ്റ്ലർ അവിടെ എക്സ്പെഡിഷൻ നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്ന ഹിറ്റ്ലർ അവിടെ എക്സ്പെഡിഷൻ നടത്തി. നമ്മൾ ഹിംലറിന്റെ ഒക്കെ കഥ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് മരിച്ചെന്നറിയാവോ? 0. ഹിംലർ അവിടെ പോയി എക്സ്പെഡിഷൻ നടത്തി മാസങ്ങളോളം ചെയ്തിട്ട് തിരിച്ചു വന്ന് അന്വേഷിച്ചിട്ട് വന്നപ്പോൾ ഒരാൾ പോലും മരിച്ചിട്ടില്ല. ചൈന അത് കഴിഞ്ഞൊരു എക്സ്പെഡിഷൻ നടത്തി. എത്ര പേര് മരിച്ചെന്നറിയാവോ? 12 ലക്ഷം മോങ്സ്. മനസ്സിലായോ? മൊണാസ്ട്രിയിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ മുകളിൽ കൂടെ ബോംബിടുക. മൊണാസ്ട്രീസ്, ടെമ്പിൾസ്, ചിൽഡ്രൻസിനെ കൊന്നു കളഞ്ഞു. ബിക്കോസ് ഇവർക്ക് എന്താ വളർന്നു വരുമ്പോൾ പക വരുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ നേപ്പാളിൽ പോയില്ലായിരുന്നു. അപ്പം കുറച്ച് ട്രാവലേഴ്സും ബാക്ക് പാക്കേഴ്സും ഒക്കെ ടിബറ്റൻ സ്ഥലത്തൊക്കെ പോകും. അവരെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെവിലി ഫോർട്ടിഫൈഡ് പ്ലേസ് ആൻഡ് ഇറ്റ്സ് വെരി ഹാർഡ് ടു ട്രാവൽ. അതേപോലെ ഇപ്പം ചൈനീസ് ഗവൺമെന്റിന്റെ ഫോറിൻ മിനിസ്റ്ററിന്റെ അടുത്ത് UN അകത്ത് വെച്ച് ടിബറ്റൻ അനക്സേഷൻ അവിടെ മിലിറ്ററി അഗ്രവേഷൻ ഉണ്ടെന്ന് ചോദിച്ച് അയാളുടെ ഉത്തരം എന്താണെന്നറിയാം? എന്തേരിയ ടിബറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. അതെ, ടിബറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ചൈന അംഗീകരിക്കുന്നില്ല. അത് ചൈനയാണ്. അതിനൊരു പേര് വിട്ടു, ഷിങ്ടാൻ പ്രോവിൻസോ അങ്ങനെ ഒരു പേര്. റിയലിസ്റ്റിക്കലി ചൈന കൺട്രോൾഡ് ബോർഡർ ആണ്. അതെ, എന്തൊക്കെ പറഞ്ഞാല്. അപ്പോൾ 12 ലക്ഷം മോങ്സിനെ ബോംബിട്ട് കൊന്ന് ടിബറ്റ് ഫുൾ അവർ പിടിച്ചെടുത്തു. ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്, വാട്ട് ഈസ് അവർ നെയ്ബർ എന്നുള്ളത്. ഇത്ര നേരം കേട്ടല്ലോ, ഇനി ഒന്നും വേണ്ട, 2010 നമുക്ക് പെട്ടെന്നൊന്ന് പോവാം. ഇത് പറയുന്നത് കൊണ്ട് പോഡ്കാസ്റ്റിന് പ്രശ്നം വരും, ചിലപ്പോൾ ഇത് എടുത്ത് മാറ്റും. ഐ ഡോണ്ട്. ദിസ് ഈസ് ട്രൂ ഫാക്ട്. ദിസ് ഈസ് ട്രൂ ഫാക്ട്. ചൈന 2010 ഇസ്ലാം മതം ഒരു മെന്റൽ ഇൽനെസ് ആയിട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് നോക്കാം, നിൽക്ക് വെയിറ്റ്. അവർ പറയുന്നത് ഇസ്ലാം മതം ഈസ് എ മെഡിക്കലൈസ്ഡ് ഡിസീസ് എന്നാണ് പറയുന്നത്. സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന് വരും എന്ന് പറഞ്ഞാൽ അവർ ഇതിനെ കണക്കാക്കുന്നത്, ഓ നീ ഇസ്ലാം മതമാണോ, അയ്യോ ഒരു കാര്യം ചെയ്യും, ട്രീറ്റ്മെന്റ് ഇന്ന് തന്നെ തുടങ്ങാം. ആ രീതിയിലാണ് അവരത് കാണുന്നത്. ഇത്രയും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉറുഗ്വേർ മുസ്ലിംസ് എന്നാണ് പറയുന്നത്. ഉറുഗ്വേർ മുസ്ലിംസോ അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. ഇവർക്ക് അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ജയില് പോലെ കൊണ്ടിട്ടിട്ട് ഇവരെ ട്രീറ്റ്മെന്റ് എടുപ്പിക്കുകയാണ്. ഇവരുടെ മതം ഫോളോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവർ ലക്ഷക്കണക്കിന് പേരെ കൊന്നു എന്നാണ് കണക്ക്. മനസ്സിലായോ? എന്നിട്ട് ഇവർ ഇസ്ലാം ഇല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് മറ്റേ സ്റ്റേറ്റ് സിറ്റിസൺ ആണ്, അങ്ങനെ എഴുതി കൊടുത്തവരെ മാത്രം 5 വർഷം തടവ് കഴിഞ്ഞ് വെളിവിടും. കാരണം അസൈലം എന്നാണ് അവർ വിളിക്കുന്നത്. ഇത് തലേന്ന് പോകാൻ. അപ്പോൾ ഇങ്ങനെ ഉള്ള മുസ്ലിം മോസ്കുകൾ ഉണ്ടായിരുന്നു, അത് അവർ നൈറ്റ് പബ്ബുകളാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അവരെ രോക്ഷം കൊള്ളിക്കാനും വൃത്തികെട്ട രീതിയിൽ പൊട്രേ ചെയ്യാനും ഈ ഹേറ്റ് വെളിയിൽ കാണിക്കാനും വേണ്ടി. ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം പച്ചയായ സത്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ന്യൂസിലും ഇത് കാണിച്ചിട്ടില്ല. നോബഡി എവർ ഡിഡ് സേവ് ചൈനീസ് മുസ്ലിംസ് എന്ന ഒരൊറ്റ പോസ്റ്റ്. മാസ് കില്ലിങ്സ് നടന്നിട്ടുണ്ട്. ഉറുഗ്വേർ മുസ്ലിംസ് എന്ന് പറയുന്ന ടീമുകളെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ സേവ് പാലസ്റ്റീൻകാർ വന്നില്ല, ഇറാൻകാർ വന്നില്ല, ചൈനക്കാർ വന്നില്ല, ആരും വന്നില്ല. ജനം TV വന്നില്ല, കൈരളി TV വന്നില്ല, ഒരിടത്തും വന്നില്ല. അതുകൊണ്ടാണ് നാം പറയുന്നത് ഇന്ത്യയുടെ മീഡിയ ചാനൽസ് ആൻഡ് എവ്രിതിങ് ഈസ് കൺട്രോൾഡ് ബൈ എയ്തർ ചൈനീസ് ഓർ US. മീഡിയയും കൈരളി മാത്രമല്ല, അതാ പറഞ്ഞത്. മീഡിയ വൺ ആയിക്കോട്ടെ, ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ഒന്നും ഈ ഏഷ്യാനെറ്റ് ഒക്കെ ഞാൻ ഒന്നും പറഞ്ഞില്ല, എല്ലാം വൃത്തിയായിട്ടന്മാരാണ്. ഇവന്മാരൊന്നും ഇതെന്താ ഇത് ചെയ്യാത്തത്? നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. എന്തിന്? നിങ്ങൾക്ക് പ്രൊപ്പഗാൻഡയുടെ ആ ഒരു കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് അറിഞ്ഞില്ലേ, ChatGPT സെർച്ച് ചെയ്ത് നോക്കുക. ചൈന എബൌട്ട് ഇസ്ലാം മെന്റൽ ഇൽനെസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ChatGPT നിങ്ങൾക്ക് ഉത്തരം തരില്ല. ChatGPT തരില്ല എന്ന് മാത്രമല്ല, ChatGPT പറയും എനിക്ക് ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല,
ഡു യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ്? വിശ്വസിക്കോ? ചോദിച്ച് നോക്ക്, ടൈപ്പ് ചെയ്ത് നോക്ക്, പോസ് ചെയ്ത് പോയി ടൈപ്പ് ചെയ്തിട്ട് ശരിയാണെങ്കിൽ തിരിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ വഴി പൊക്കോ. മനസ്സിലായോ? അപ്പം ഈ ചാനലുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിവിടെ പറയാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ബെയർ വിത്ത് അസ്. അപ്പോൾ ഈ ചൈന ഗുഡ് പീപ്പിൾ ആണ്, ഈ വളരെ ടെക് അഡ്വാൻസ്ഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇറ്റ് ഇസ് വൺ ഓഫ് ദ വേർസ്റ്റ് സിവിലൈസേഷൻ ഇൻ മോഡേൺ ടൈം. കില്ലിങ്. പക്ഷേ എല്ലാ രാജ്യത്തും അവരുടെ എല്ലാ ടെക്നോളജീസും, എല്ലാ സാറ്റലൈറ്റുകളും, എല്ലാ ആപ്പുകളും, എല്ലാ ടെക്നോളജീസും അവരുടേതായതുകൊണ്ട് അവർക്ക് മീഡിയ കൺട്രോൾ ചെയ്യാം. അവർക്ക് അതിൻ്റേതായ ഇതുണ്ട്. ചൈന എന്തോരം വലിയൊരു മിലിറ്ററിയാണ് ഇപ്പോൾ എന്ന് പറയാൻ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ്. ആർമിയുടെ സൈസ് ഇന്ത്യയിൽ 1.4 മില്യൺ ഉണ്ടെങ്കിൽ ചൈനയിൽ 2.25 ആണ്. ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യക്ക് 550 ഉണ്ടെന്ന് പറയുന്നു, ചൈനയ്ക്ക് 1200 ആണ്. ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യക്ക് 720 ഉണ്ടെന്ന് പറയുന്നു, ചൈനയ്ക്ക് 1355 ആണ്. ടാങ്കുകൾ ഇന്ത്യക്ക് 4300 ഉണ്ടെന്ന് പറയുന്നു, ചൈനയ്ക്ക് 9150 ആണ്. ആർമേഡ് വെഹിക്കിൾസ് നമുക്ക് 7000, അവർക്ക് 14000. നേവി ഫ്ലീറ്റ് മൊത്തത്തിൽ എല്ലാ കപ്പലും കൂടെ ചേർത്താൽ ഇന്ത്യക്ക് 280 എണ്ണേ ഉള്ളൂ. അതിനകത്ത് 200 എണ്ണവും മറ്റേ ചെറിയ കോസ്റ്റ് ഗാർഡാണ്. ചൈനയ്ക്ക് 720 എണ്ണം ഉണ്ട്. മനസ്സിലായോ? എയർക്രാഫ്റ്റ് കാരിയർ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഓൾഡ് ആണ്, ഒരെണ്ണം നല്ലതാണ്. ചൈനയ്ക്ക് ഇപ്പം 4 എണ്ണം ഉണ്ട്, ബാക്കി 6 എണ്ണം പ്രൊഡക്ഷനിലാണ്. സബ്മറൈൻ ഇന്ത്യക്ക് 17 എണ്ണം ഉണ്ട്, അതിനകത്ത് 10 എണ്ണവും ലീസിലാണ്. ചൈനയ്ക്ക് ചൈനയുടെ മാത്രം 74 സബ്മറൈൻസ് ഉണ്ട്. ഡിസ്ട്രോയേഴ്സ് നമുക്ക് 12, അവർക്ക് 38. ഫ്രിഗേറ്റ്സ് നമുക്ക് 13, അവർക്ക് 55. ഈ ഫ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ മിലിറ്ററി, നമ്മുടെ ആർമേഡ് വെഹിക്കിൾസ് പോലെ വെള്ളത്തിലെ ആർമേഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്ട്രോയേഴ്സും അല്ല, എന്നാൽ കോസ്റ്റ് ഗാർഡ് ഷിപ്പും അല്ല, നടുക്കുള്ള കാനൺസ് ഒക്കെ ഉള്ള ലൈറ്റ് ആർമേഡ് നേവൽ ഷിപ്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇന്ത്യയെ എയിം ചെയ്ത് വെച്ചേക്കാണ്. മനസ്സിലായോ? ഇത് അവർ ഉണ്ടാക്കുന്നത് ദീപാവലിക്ക് പൊട്ടിക്കാനല്ല, ഇത് അവർ സ്ട്രാറ്റജിക്കലി ഉണ്ടാക്കി ഇതെല്ലാം ഇന്ത്യയെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ മോഡേൺ വാർ എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പരിചയപ്പെടുത്തരാം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാതയും അല്ലെങ്കിൽ റോഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ കരയിൽ കൂടെയുള്ള ഇനിഷ്യേറ്റീവ് എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ചൈന ഈ എക്കണോമിക്കലി വീക്കായിട്ട് നിൽക്കുന്ന എല്ലാ രാജ്യത്തും പോകും. ഈ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ പോയിട്ട് വലിയ ലോൺ കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 5000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളം ഒരു വർഷം കിട്ടുന്ന ഒരു വീട്ടിൽ പോയി ചൈന പോയി പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഞാനൊരു 500 കോടി രൂപ നിനക്കങ്ങ് ലോൺ തരാം, നീ നിന്റെ വീടിൻ്റെ അതെല്ലാം ഇങ്ങ് എഴുതിത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റവന് ഇത് എടുക്കുകയും ചെയ്യും. ഒരിക്കലും അവനെ കൊണ്ട് ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചൈന ഇത് കൊടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ ബെൽറ്റ് ആൻഡ് റോഡിൽ ഈ ലോൺ കൊടുക്കുന്നത് പോർട്ടുകളും എയർപോർട്ടും മിസൈൽ സൈലോസും അങ്ങനെയുള്ള സാധനങ്ങൾ പണിയാൻ മാത്രമാണ്. അത് മാത്രമല്ല, ഈ പോർട്ടുകൾ പണിയാൻ വേണ്ടി പൈസ കൊടുക്കുമ്പോൾ അതിനകത്ത് 3-4 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ചൈനയിലുള്ള ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മാത്രമേ കോൺട്രാക്റ്റ് കൊടുക്കാൻ പറ്റൂ. ഇപ്പൊ ശ്രീലങ്കയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ശ്രീലങ്കയ്ക്ക് അവര് 2 കോടി അല്ലെങ്കിൽ 200 കോടി രൂപ കൊടുത്തു, എന്നിട്ട് പോർട്ട് പണിഞ്ഞോളാൻ പറഞ്ഞു. പക്ഷെ ഈ 200 കോടി ചൈനയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്നിട്ട് ഈ അവിടുന്ന് 10,000 പേരെ ഇത് പണിയാൻ കൊണ്ടുവരും. ഈ 10,000 പേരെ പണിയാൻ വേണ്ടി ചൈനീസ് വില്ലേജ് ശ്രീലങ്കയിൽ അവർക്ക് പണിഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ പണി തീർത്തതിന് ശേഷം ഈ ലോണിൻ്റെ ആദ്യത്തെ 2 വർഷം ഒന്നും അടയ്ക്കണ്ട, അടുത്ത വർഷം തൊട്ട് 10 കോടി രൂപ ഏതോ എല്ലാ മാസവും അടയ്ക്കണം. എന്നിട്ട് ഇവർ തന്നെ നാച്ചുറലി ഈ പൈസ അടയ്ക്കാൻ പറ്റാതെ എക്കണോമിക്കലി ഇവരെ ചോക്ക് ചെയ്തിട്ട് ഈ ലോൺ 2 വർഷം അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ പോർട്ട് ഞങ്ങളാണ് പണിഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി തരത്തില്ല, 40 വർഷത്തേക്ക് ഞങ്ങൾ ഈ ലീസിന് തിരിച്ചെടുക്കും. അങ്ങനെയാണ് ഇവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ഇങ്ങനെ അവർ ലോകത്ത് പല സ്ഥലങ്ങളും പിടിച്ചെടുത്തു. അതുകൊണ്ടാണ് ചൈന കാരണമാണ് ശ്രീലങ്ക ഇപ്പം അധപതനം പറ്റി നിൽക്കുന്നത്. അപ്പോൾ 2015 NIAയുടെ ഒരു സ്റ്റഡി വന്നു, ചൈന ഇന്ത്യ വാർ ഈസ് 100% ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് 10 to 15 years. അങ്ങനെയാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ചൈന മനസ്സിലാക്കി, അത് ഇന്ത്യക്കാരോ നമ്മളോ മനസ്സിലാക്കുന്നില്ല.
ചൈന മനസ്സിലാക്കിയിട്ട് ഇന്ത്യയെ സറൗണ്ട് ചെയ്യാണ്. അന്ന് ആ ഒരു 15 വർഷത്തിനകം ആ ഒരു ദിവസം വരുമെന്ന് അവർ അറിഞ്ഞുകൊണ്ട് ഇന്നേ അവർ സറൗണ്ട് ചെയ്യുവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്കാണ്, ഓയിൽ എന്ന് പറയുന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചൈനയ്ക്ക് ഇത്രയും പ്ലെയിൻ ഉണ്ട്, ഇത്രയും ടാങ്ക് ഉണ്ട്, ഇന്ത്യക്ക് ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എണ്ണയോ പെട്രോളോ ഡീസലോ ഇല്ലെങ്കിൽ ഈ ടാങ്ക് ഒന്നും ഓടത്തില്ല. ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ ഇല്ലെങ്കിൽ there is nothing. ഈ എണ്ണ ഇല്ലെങ്കിൽ പ്ലെയിൻ ഒന്നും പറക്കത്തില്ല. ഈ എണ്ണ ഇല്ലെങ്കിൽ ഒരു കാറോ ഒരു ജീപ്പോ ഒരു ആർട്ടിലറിയോ ഫയർ ചെയ്യത്തില്ല. എന്തിനും ഒരു ഒറ്റ കപ്പൽ പോലും വെള്ളത്തിൽ കൂടെ ഓടത്തില്ല. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ റിസർവ് മൊത്തം അല്ലെങ്കിൽ ചൈനയുടെ റിസർവ് മൊത്തം എന്നൊക്കെ പറയുന്നത് ഇന്ത്യ ഇത്രയും റിസർവ് ഉണ്ടാക്കിയിട്ടേക്കുന്നൊക്കെ പറഞ്ഞ ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ വന്നാൽ ഒരാഴ്ചക്കകം എണ്ണ തീരും. മനസ്സിലായി? ഈ പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറക്കാനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ എണ്ണയാണ് വരുന്നത്. അപ്പോൾ ആഴ്ചക്ക് എണ്ണ തീരും. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് മന്ത്സും ഇയേഴ്സുമാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫൈറ്റ് വരുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾക്കാണോ ഓയിൽ ഫീൽഡുകൾ, ഏതൊക്കെ രാജ്യങ്ങൾക്കാണോ റിഫൈനറീസ്, ഏതൊക്കെ രാജ്യങ്ങൾക്കാണോ ഓയിലുള്ള രാജ്യങ്ങളുമായിട്ട് ഒന്നെങ്കിൽ കണക്ഷൻ അല്ലെങ്കിൽ പിടിച്ചെടുത്തു വച്ചേക്കുന്നത്. എന്തിനാണ് USA സൗദി അറേബ്യയും ഇപ്പോൾ വെനിസ്വേലയും ഇറാഖ് ഇറാനും ഒക്കെ പിടിച്ച് അവിടെ ഓയിലുണ്ട്. അമേരിക്ക ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ വാർ വിത്ത് റഷ്യ ഓർ ചൈന. അവരതിനു വേണ്ടിയാണ് സൗത്ത് അമേരിക്കയിൽ അവരുടെ ഒരു പെട്രോൾ പമ്പ് മാത്രമാണ് വെനിസ്വേല. മനസ്സിലായോ? പോകുന്ന വഴി പെട്രോൾ അടിക്കുക ഒരു പമ്പ് മാത്രമാണ്. അപ്പോൾ വേൾഡ് വാർ 2 ഒരു ഇൻട്രസ്റ്റിംഗ് കഥ നടന്നിട്ടുണ്ട്. 100-200 ഷിപ്പുകൾ വരുമ്പോൾ ജർമ്മൻ ടാങ്കേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത്, ജർമ്മൻ യു-ബോട്ട്സ് അല്ലെങ്കിൽ ജർമ്മൻ ഡിസ്ട്രോയേഴ്സ് അമേരിക്കയുടെയും കാര്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് 2 ഷിപ്പുകളാണ്. എന്ന് പറഞ്ഞാൽ 98 അറ്റാക്കേഴ്സും 98 ഡിസ്ട്രോയേഴ്സും ഒക്കെ വരുമ്പോൾ 2 ഓയിൽ ടാങ്കർ വരും. ഈ 2 ഓയിൽ ടാങ്കർ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ 98 ഡിസ്ട്രോയേഴ്സ് ഉച്ചയാകുമ്പോൾ നിൽക്കും. മനസ്സിലായോ? ഉച്ചയാകുമ്പോൾ വണ്ടി നിൽക്കും. അപ്പം അങ്ങനെ ആണ് സെക്കൻഡ് വേൾഡ് വാർ അമേരിക്ക മനസ്സിലാക്കിയത്. ഓയിൽ ടാങ്കേഴ്സ് ആണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവർ തിരിച്ചെടുത്ത് ജർമ്മനിയുടെ പ്ലെയിൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയും ടാങ്ക് ഉണ്ടാക്കുന്ന ഫാക്ടറിയും അറ്റാക്ക് ചെയ്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു. അവരതങ്ങ് നിർത്തി പോയി. അവരുടെ എണ്ണപ്പാടത്തിലെല്ലാം ഒരു 10 ബോംബിട്ട് ജർമ്മനി നിന്നോടെ. ആയിരക്കണക്കിന് ടാങ്ക് ഉണ്ട്, പക്ഷെ ടാങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഹിസ്റ്റോറിക്കലി വാർസ് ആർ വോൺ നോട്ട് ബൈ ഡിസ്ട്രോയിങ് മെഷീൻ ബട്ട് ബൈ കട്ടിങ് ദെയർ ഫ്യൂവൽ. എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരുടെ മെഷീൻസ് എല്ലാം തല്ലിപ്പിച്ചിട്ട് കാര്യമേ ഇല്ല. അവരുടെ കറണ്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ എണ്ണ ഫ്യൂവല് കട്ട് ചെയ്യണം. അതെ, സോഴ്സ് ഓഫ് എനർജി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടുമായിട്ട് വഴക്കായി, നമ്മുടെ വീട്ടിൽ കറണ്ടും ഇല്ല, ഗ്യാസും ഇല്ല, തീയും ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ അവന് സുഖമായിട്ട് ജയിക്കാം. ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഡെലിബറേറ്റ് ആയിട്ടൊരു ബുക്കുണ്ട്, സെൻ സു ദ ആർട്ട് ഓഫ് വാർ. പുള്ളിക്കാരൻ പറയുന്നത് എന്താ പറയുക, war is never born in the battlefield or while doing the fighting. It is always born before it starts. അങ്ങനെയാണ്. കാരണം സ്ട്രാറ്റജിയാണ് എല്ലാം. കാരണം ടാങ്ക് എടുക്കാൻ പെട്രോൾ ഇല്ലെങ്കിൽ വെടിവെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചൈന നേരത്തെ മനസ്സിലാക്കിയിട്ട് ചൈന നമ്മളുടെ വീക്ക് നെയ്ബേഴ്സിനെ എല്ലാം പിടിച്ചു. എന്ന് പറഞ്ഞാൽ ഈസ്റ്റില് മ്യാൻമാറും ബംഗ്ലാദേശും, ഇന്ത്യയുടെ ഈസ്റ്റിലാണ്, വെസ്റ്റില് പാകിസ്ഥാനെ പിടിച്ചു, സൗത്തിൽ ശ്രീലങ്കയും ഇന്തോനേഷ്യയും അവർ പിടിച്ചെടുത്തു, ഫാർ ഈസ്റ്റിൽ ജിബൂട്ടി എത്യോപ്യ അവർ പിടിച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവഴിച്ച് റെയിൽ റോഡുകൾ, ഹൈവേകൾ, പവർ ലൈനുകൾ, ഫൈബർ ഓപ്റ്റിക് കേബിൾ ഇന്ത്യക്ക് ചുറ്റും ചൈന പാകിസ്ഥാൻ പണിഞ്ഞു വെച്ചേക്കാണ്. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. അതെ, J20 വരെ കൊടുത്തിട്ടുണ്ട്. ചൈന ടു ലണ്ടൻ, നിങ്ങൾക്കറിയാവോ, യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് ചൈന ടു ലണ്ടൻ ഒരു റെയിൽവേ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈന, റഷ്യ, കസാക്കിസ്ഥാൻ, ലണ്ടൻ, സ്പെയിൻ, ജർമ്മനി, ഇറ്റലി, ഇത്രയും ഭാഗം കവർ ചെയ്യുന്ന ഒരു റെയിൽ റോഡ് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ പണിയുന്നത്? ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ. ചൈന ടു ഇറാൻ അടുത്ത പൈപ്പ് ലൈൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നെ തെഹ്റാൻ ഇൻ ഇറാൻ, ഈ സ്ഥലത്തേക്ക്
ഓയിൽ ഫീൽഡിലേക്ക് ഓയിൽ പൈപ്പ് ലൈൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത രാജ്യമായ ചൈന എന്ന് പറയുന്ന രാജ്യം ഒരു ഓയിൽ സൂപ്പർ പവറായി മാറും. മനസ്സിലായോ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാർ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആൽഫ്രഡ് ടയർ എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുണ്ട്, വൺ ഹൂ കോൺക്വേഴ്സ് ദ ഇന്ത്യൻ ഓഷൻ വിൽ കൺട്രോൾ ദ ഹോൾ ഏഷ്യ. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷൻ എന്താണ് ഇത്ര വലിയ കാര്യം, നമ്മളെ ആരെയും പഠിപ്പിക്കത്തില്ല. ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ഒരു ഓഷൻ അവരുടെ പേരിലുള്ളത്, ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. പക്ഷെ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കത്തില്ല. ചുമ്മാ ഇന്ത്യൻ ഓഷൻ എന്നൊക്കെ 7 ഓഷൻസ് എന്നൊക്കെ പറഞ്ഞ പേര് പറയും. എന്തുകൊണ്ട് ആ പേര് വന്നു, എന്തുകൊണ്ട് ആ ഓഷനെ പറ്റി നമ്മൾ കൂടുതൽ പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഒരു സ്വത്തിനെ പറ്റി നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ആപത്തുണ്ടെന്നാണ്. 35 മിനിറ്റ്. അപ്പോൾ ഇന്ത്യൻ ഓഷൻ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഓഷൻ്റെ ബോർഡർ ഷെയർ ചെയ്യുന്നത് 28 കൺട്രീസ് ആണ്. 3 കോണ്ടിനെന്റ് സ്പാൻ ചെയ്ത് കിടക്കുവാണ് ഇന്ത്യൻ ഓഷൻ. ലാൻഡ് ഏരിയ വെച്ച് നോക്കുവാണെങ്കിൽ മൊത്തം ഗ്ലോബിൻ്റെ 18% ലാൻഡ് ബോർഡർ ഇന്ത്യൻ ഓഷൻ കവർ ചെയ്യാണ്. മനസ്സിലായോ? വേൾഡിൻ്റെ എൻറ്റയർ നാച്ചുറൽ റീസോഴ്സസിൻ്റെ 16.5% അവിടെ കിടപ്പുണ്ട്. 28% ലോകത്തിലെ എല്ലാ നാച്ചുറൽ ഗ്യാസുകളും ഇന്ത്യൻ ഓഷനിൽ ഇപ്പോഴും റിസർവ് ആയിട്ട് കിടക്കുക, നമ്മൾ തൊട്ടിട്ടില്ല. ഇമ്പോർട്ടൻറ്റ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, UAE, മലേഷ്യ, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അത് മാത്രമല്ല, ലോകത്തിൻ്റെ 35% പോപ്പുലേഷൻ ഇന്ത്യൻ ഓഷൻ്റെ ബോർഡർ ഷെയർ ചെയ്യാണ്. മനസ്സിലായോ? ഇത്രയും ഷെയർ ചെയ്യുന്ന സ്ഥലത്തൂടെയാണ് ഗ്ലോബൽ ട്രേഡ് റൂട്ടുകൾ എല്ലാം പോകുന്നത്. എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക്കിൽ നിന്ന്, ഇപ്പം നോർത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലൊരു സാധനം വന്നാൽ യൂറോപ്പിൽ നിന്ന് അത് ഇന്ത്യയിലെത്താൻ, അല്ലെങ്കിൽ ചൈനയിലെത്താൻ, അല്ലെങ്കിൽ റഷ്യയിലെത്താൻ, ഓസ്ട്രേലിയയിലെത്താൻ, ജപ്പാനിലെത്താൻ, ഇതെല്ലാം നമ്മളുടെ ഇന്ത്യൻ ഓഷനിലൂടെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഓഷനാണ്. എന്ന് വച്ചാൽ ഈ കണക്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ ആഘാതം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 80% ലോകത്തിൻ്റെ മാരിടൈം ഓയിൽ ട്രേഡുകൾ നടക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ ഓഷൻ്റെ 3 സ്ഥലത്തൂടെ മാത്രമാണ്. 80% ഓഫ് വേൾഡ് മാരിടൈം ഓയിൽ ട്രേഡ്. മനസ്സിലായോ? അതാണ് അതിൻ്റെ ആ ഒരു 80%, 8 അല്ല, 8 ഈസ് വെരി ബിഗ്. 8% ഓയിൽ ട്രേഡ് നടക്കുന്നത് പറഞ്ഞിട്ട് ഈസ് വെരി ബിഗ്. ഇത് 80%. എന്ന് പറഞ്ഞാൽ ഇത് 3 നാരോ പോയിന്റുകൾ ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് ചോക്ക് പോയിന്റ്സ് എന്നാണ് ജിയോ പൊളിറ്റിക്സ് അതിനെ വിളിക്കുന്നത്. ചോക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോയിന്റ് ചോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ പോയിന്റിൽ പോയി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ട്രേഡ് റൂട്ട് എല്ലാം നിൽക്കും, ഗ്ലോബ് ഒന്ന് കുലുങ്ങും. കാരണം 80% അന്ന് ഉച്ചയ്ക്ക്, ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് പോയി ചോക്ക് പോയിന്റ് പിടിക്കുകയാണെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് 80 എന്നുള്ളത് 0-ലോട്ട് പോകും. 70, 60, 40 ഒന്നുമല്ല. മനസ്സിലായോ? ഈ 3 സ്ഥലങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, ദ സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക ആൻഡ് ദ സ്ട്രെയ്റ്റ് ഓഫ് ബാൽബൽ മണ്ടേൽ. എന്ന് വെച്ചാൽ ഇത് 3 മേജർ ചോക്ക് പോയിന്റ്സ്. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫ്, നമ്മളുടെ കുറച്ചുകൂടെ ഇങ്ങോട്ടാണ്, സൗദി അറേബ്യ ഒക്കെ ഇല്ലേ, അപ്പോൾ ഞാൻ പടം കൊടുത്തേക്കാം. സ്ട്രെയ്റ്റ് ഓഫ് ഗൾഫിന്റെ അവിടെ തന്നെ ഉള്ളതാണ് ഇത്. എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫിന്റെയും ഗൾഫ് ഓഫ് ഒമാന്റെയും ഇടയ്ക്കാണ്, ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവിടെ ചൈന അവിടെ ചെന്ന് കാശ് കൊടുത്ത്, ഒരു ലോൺ കൊടുത്ത് ഒരു പോർട്ട് പണിയിച്ചു. പാകിസ്ഥാന്റെ അല്ല, പാകിസ്ഥാനിൽ തന്നെ അവിടെ ഒരു പോർട്ട് പണിയിച്ചു. ഇവിടെ നിനക്ക് പോർട്ട് ഇല്ലല്ലോ, ഇവിടെ ഒരു പോർട്ട് പണിഞ്ഞാൽ നന്നായിരിക്കും. പാകിസ്ഥാൻ പറഞ്ഞു, എൻ്റെ കാശില്ല ചേട്ടാ, ഒരു കാര്യം ചെയ്യും, ഒരു 4000 കോടി ഞാനിങ്ങ് തരാം, എന്നിട്ട് നീ 2 വർഷം ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ഒരു 20 കോടി വെച്ച് തന്നാൽ മതി. പാകിസ്ഥാൻ്റെ ആളുകൾക്ക് അവിടെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. പാകിസ്ഥാൻ വാങ്ങിച്ച് പോർട്ട് പണിഞ്ഞു, അടവ് മുടങ്ങി, ലീസ് എക്സ്പയർ ആയി. ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലോട്ട് വരുന്ന ഗ്വാദർ പോർട്ട് എന്നാണ് പറയുന്നത്, GWARDAR, ഗ്വാദർ പോർട്ട് ലീസ് എക്സ്പയർ ആയി, ബൗൺസ് ആയി. 40 വർഷത്തേക്ക് ചൈനീസ് ഗവൺമെന്റ് ആ പോർട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. 40 ഇയേഴ്സിലേക്ക്. മനസ്സിലായോ? ഇത് ട്രൂ ഫാക്റ്റ് ആണ്.
ഇതാണ് ആദ്യത്തെ ചോക്ക് പോയിന്റിലുള്ളത്. രണ്ടാമത്തെ ചോക്ക് പോയിന്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ആദ്യത്തെ ചോക്ക് പോയിന്റിൽ തന്നെ കൊണ്ടിവൻ ഇത് വെപ്പിച്ചു എന്നുള്ളതാണ്. അടുത്ത് രണ്ടാമത്തെ ചോക്ക് പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. അതെന്ന് പറഞ്ഞാൽ മലയൻ പെനിൻസുല, മലയ എന്ന് പറഞ്ഞാൽ മലേഷ്യൻ പെനിൻസുലയും സുമാത്ര എന്ന് പറയുന്ന ഐലൻഡുകളുടെ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയും മലേഷ്യയുടെ ഇടയിൽ കൂടെ പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് ഫുൾ ചൈനീസ് നേവി പ്രസൻസും ചൈനീസ് നേവൽ പോർട്ടുകളും വന്നിട്ടുണ്ട്. സെയിം ലോൺ കൊടുത്ത് പണിയിപ്പിച്ച് ചെക്ക് ബൗൺസ് ചെയ്യിപ്പിച്ച് 40 വർഷം 30 വർഷത്തേക്ക് ഏറ്റെടുത്തേക്കാണ്. അത് രണ്ടാമത്തെ ചോക്ക് പോയിന്റിൽ തന്നെ. മൂന്നാമത്തെ ചോക്ക് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ബാബൽ മണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിന്റെയും ജിബൂട്ടിയുടെയും ഇടയ്ക്കാണ്. ഞാൻ പടം കൊടുത്തേക്കാം. ചൈന ഇവരെ ഡെപ്ത് ട്രാപ്പിലാക്കി ഇതേ കാര്യം ചെയ്ത് 40 വർഷത്തേക്ക് ചൈനീസ് നേവൽ പോർട്ട് ഇൻക്ലൂഡിങ് സബ്മറൈൻസ് ആൻഡ് ആർട്ടിലറി എവറിത്തിങ് ജിബൂട്ടിയിൽ ഒരു പോർട്ട് പണിഞ്ഞ് ഇപ്പം ചൈനീസ് പോർട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷനിൽ ഹിസ്റ്റോറിയൻസും ജിയോ പൊളിറ്റിക്സും എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന 3 ചോക്ക് പോയിന്റ്സ് ആണുള്ളത്. 3 ചോക്ക് പോയിന്റ്സിലും ഇപ്പം ചൈനയ്ക്ക് നേവൽ ബേസുകളായി. മനസ്സിലായോ? ഫോർ ദ നെക്സ്റ്റ് 40 years അറ്റ് ലീസ്റ്റ്. ഇതല്ലാതെ കുറച്ച് ചോക്ക് പോയിന്റ്സ് ഉണ്ട്. മൊസാംബിക് ചാനൽ എന്ന് പറയുന്നത് ഞാൻ പടം കൊടുത്തേക്കാം. മറ്റേ മഡഗാസ്കർ സൗത്ത് ആഫ്രിക്കയുടെ അടുത്തുള്ളതാണ്. അവിടെ ചൈന മൊസാംബിക്കിൽ പോയി കടം കൊടുത്ത് ഈ പോർട്ട് ഫുള്ള് പിടിച്ചെടുത്തു. ആ പോർട്ടിന് തൊട്ട് മുകളിൽ ടാൻസാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി അവിടുത്തെ ഒരു ടാൻസാനിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു രാജ്യമാണ്. അവിടെ പോയി കടം കൊടുത്ത് വലിയൊരു പോർട്ട് പണിഞ്ഞ് ആ പോർട്ടും അവർ പിടിച്ചെടുത്തു. സൂസ് കനാൽ, സുന്ദ സ്ട്രെയിറ്റ്, ലോംബോക് സ്ട്രെയിറ്റ്, ഇവിടെ എല്ലാം ചൈനീസ് സ്ട്രാറ്റജിക്കലി ചെറിയ ചെറിയ ഐലൻഡുകൾ പിടിച്ചെടുത്ത് അവിടെ ഒരു എയർപോർട്ടും അവിടെ ഒരു 30 കപ്പലും വെച്ചേക്കാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം. ഞാൻ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ പടം കാണാത്തതുകൊണ്ട് എന്നാലും നിനക്കൊരു പിക്ചർ കിട്ടുന്നുണ്ട്. പടം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പണിഞ്ഞു വെച്ചേക്കാണ് ഇന്ത്യൻ ഓഷനിൽ. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 minute 80% ഓഫ് ദ വേൾഡ് ഓയിൽ ട്രേഡ് ഇൻ മാരിടൈം ക്യാൻ ബി സ്റ്റോപ്ഡ്. ഒറ്റ കോൾ ഹെഡ് ഓഫ് നേവിയിൽ പറയാണ് ടൈംസ് അപ്പ്, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ 100, 300, 600, 800 എത്രയാന്ന് നമുക്കറിയത്തില്ല കപ്പലുകൾ അടുത്ത മിനിറ്റ് ഫയർ ചെയ്യുക. നമ്മൾ ഈ ചോക്ക് പോയിന്റ് സ്ട്രേറ്റ്സും എല്ലാം പറഞ്ഞല്ലേ, ഇത്രയും പോർട്ടും ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചൈന നടത്തുന്നത് എന്തിനാ? അതെ, ജസ്റ്റ് ബൂസ്റ്റ് ദെയർ ഓയിൽ പ്രൊഡക്ഷൻ എന്ന് മാത്രമല്ല, അവർക്ക് ഈ ചോക്ക് പോയിന്റ്സിൽ വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. കാരണം ഈ 3 ചോക്ക് പോയിന്റ്സിൽ കൂടെ മാത്രമാണ് ഇന്ത്യക്ക് എണ്ണ വരുന്നത്. മനസ്സിലായോ? ഇന്ത്യക്ക് ഇപ്പൊ റഷ്യയുടെ അടുത്തുനിന്ന് ഇച്ചിരി വരുന്നുണ്ട്. അതല്ലാതെ ഇറാനിൽ നിന്ന് വരുന്നതായാലും യൂറോപ്പിൽ നിന്ന് വരുന്ന എവിടുന്ന് വരുന്നതാണെങ്കിലും സൗത്ത് ആഫ്രിക്ക, വെനിസ്വേല ഉൾപ്പെടെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ ചോക്ക് പോയിന്റ്സിൽ കൂടെയാണ് വന്നത്. ഓയിൽ ഈസ് ദ കീ എന്ന് പറഞ്ഞാൽ 1 minute കൊണ്ട് ഇന്ത്യയിലെ ഫുൾ ഓയിൽ നിർത്താൻ പറ്റും ചൈനയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റുകളിൽ കൺട്രോൾ ഇല്ല എങ്കിൽ എനിമിക്ക് നമ്മളെ ചോക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചോക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന പോലെ. നമുക്ക് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ഫ്യൂവൽ വേണം, അത് എയർ ആണ്. ചോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇല്ല, അതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിഡൻസസ് ആണ്. ഇത് വെറും കെട്ടുകഥയല്ല, ഇത് പ്രൂഫുകളാണ്. എന്നിട്ട് ഈ പ്രൂഫുകൾ ഇന്ത്യയെ സ്ട്രാങ്കിൾ ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നേവൽ ബേസസും പോർട്ട്സും എന്ന് പറഞ്ഞാൽ ഗ്വാദർ പോർട്ട് പാകിസ്ഥാനിൽ, ഹംദൻ പോട്ട പോർട്ട് ശ്രീലങ്കയിൽ, ജിബൂട്ടിയിലെ നേവൽ ബേസ്, മ്യാൻമാറിൽ കാക്പ്യൂ പോർട്ട് എന്ന് പറയുന്ന സാധനം. ഇത്രയും സാധനങ്ങൾ മാപ്പിൽ നമ്മളൊരു ഡോട്ടായിട്ട് ഞാനിപ്പോൾ വരച്ച് കാണിക്കാം. ഇവിടെ 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 4 പോർട്ടായിട്ട് ഇതിൻ്റെ നടുക്ക് ഇന്ത്യ വരുമ്പോൾ ഇത്രയും ഡോട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ചുറ്റും ഒരു കയർ വലിച്ചിട്ടേക്കുന്ന കണക്കൊരു മാപ്പ് വരും. അതിനാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇന്ത്യ ഡിറ്ററൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് പേജിൽ ദ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് അവര് വിളിക്കുന്ന പേരാണ്. മനസ്സിലായോ? ഇറ്റ് ഈസ് എ നാഷണൽ പോളിസി. അവരത് തുറന്നു പറയുകയാണ്. സ്ട്രിങ് ഓഫ് പേൾസിലോട്ട് 40 കപ്പൽ നാളെ വേണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഡിറ്റർ ചെയ്യാനായിട്ട് 40 കപ്പൽ നാളെ വേണം എന്നാണ്. അവർക്കത് മറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒന്ന് അനങ്ങിയാൽ ഇൻ ടൈം ഓഫ് എ വാർ ഇതെല്ലാം സറൗണ്ട് ആവും. നമ്മളുടെ ഫുൾ ട്രേഡ് കട്ടാവും.
നമ്മളുടെ ഓയിൽ ഫുള്ള് കട്ടാവും. നമുക്ക് ഓയിൽ ഇല്ലെങ്കിൽ പിന്നെ ചൈനയ്ക്ക് എളുപ്പമാണ്. ചൈനയ്ക്ക് മുകളിൽ നിന്നോ താഴെ നിന്നോ എവിടുന്ന് വന്നാൽ 2 ആഴ്ച പിടിച്ച് നിന്ന് ഇന്ത്യ തീർന്നു. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചാപ്റ്റർ 2. ഈ പോഡ്കാസ്റ്റിൻ്റെ ചാപ്റ്റർ 2 ആണ് ഇന്ത്യയുടെ മറുപടി. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ്? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഡെഡിക്കേറ്റ് ചെയ്തത് എല്ലാ ഇന്ത്യൻസിനും വേണ്ടിയാണെങ്കിൽ, സെക്കൻഡ് ചാപ്റ്റർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കൂട്ടത്തിൽ ചില ഇന്ത്യൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം, ഒരു 5-6 കൊല്ലം മുന്നേ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ പ്ലെയിൻ വിളിച്ചു പോയി നടന്ന് ഇന്ത്യയുടെ ഖജനാവ് മുടിപ്പിക്കുകയാണെന്ന് പറയുന്ന കുറച്ച് ടീംസ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചാപ്റ്റർ 2. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു നിർബന്ധവും നിങ്ങളിത് കണ്ടില്ലെങ്കിലും നോ പ്രോബ്ലം. കാരണം ഇത് ഇന്ത്യയുടെ കൗണ്ടറിനെ പറ്റി പറയുന്നതാണ്. ഇന്ത്യ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോദിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞു തരുന്ന കഥയാണ്. എന്ന് പറഞ്ഞാൽ ഗ്വാദർ പോർട്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗ്വാദർ പോർട്ടും ജിബൂട്ടി എന്ന് പറയുന്ന ചൈനയുടെ നേവൽ ബേസും ഈ മിഡിൽ ഈസ്റ്റിലെ ഒമാൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒമാൻ നടുക്ക്, ഗ്വാദർ പോർട്ട് ഇവിടെ, അല്ലെങ്കിൽ ചൈനീസ് നേവൽ ബേസ് ഗ്വാദർ പോർട്ട് ഇവിടെ, അടുത്ത ജിബൂട്ടി എന്ന് പറയുന്നത് ഇവിടെ. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കാണ് ഒമാൻ ഇരിക്കുന്നത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒമാനുമായിട്ടൊരു ഡീൽ സൈൻ ചെയ്തു. ഡീൽ സൈൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡീലാണ്, എങ്ങനത്തെ ഡീലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അവിടെ പോയി സൈൻ ചെയ്തിട്ട് അവിടെ നമുക്കൊരു നേവൽ ബേസ് അഗ്രിമെൻ്റ് നമ്മൾ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഡാക്കം പോർട്ട്, DAQM എന്ന് പറയുന്ന ഡാക്കം പോർട്ട്, ഒമാനിലെ ഡാക്കം പോർട്ട് ഇപ്പോൾ ഇന്ത്യൻ കമ്മീഷനാണ് ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ ഇമ്പോർട്ട്സ് ഫ്രം മിഡിൽ ഈസ്റ്റ് വരുന്നത് ഒമാനിൽ നിന്ന് നമ്മളുടെ ബോർഡർ പെട്രോളാണ് അതിനെ നോക്കി വിടുന്നത്. ഈ ഒമാൻ സെലക്ട് ചെയ്യാൻ കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒമാൻ ഇരിക്കുന്നത് അറേബ്യൻ സീയിലോട്ട് നമുക്ക് ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ ഇന്ത്യൻ ഓഷനിലോട്ടും നമുക്ക് ആക്സസ് ഉണ്ട്. രണ്ടിടത്തോട്ടും ക്വിക്ക് ആക്സസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഒമാനിൻ്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആണെന്ന് തോന്നുന്നു, ഒമാനിൻ്റെ ലീഡറുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഡീലുകളും കരാറുകളും വെച്ചിട്ട് ഒമാൻ നമുക്ക് ഈ പോർട്ടുകളിലെ എല്ലായിടത്തേക്കും ഇപ്പോൾ മിലിറ്ററി ആക്സസ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ മിലിറ്ററിയെ സ്റ്റേഷൻ ചെയ്യാം, അവിടെ ട്രെയിൻ ചെയ്യാം, നമുക്ക് റീഫ്യൂൽ ചെയ്യാം, റീലോഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനർത്ഥം നമ്മളുടെ കപ്പലുകൾക്ക് പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമ്മളുടെ പോർട്ടിനെയോ കപ്പലിനെയോ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ മുകളിലിരിക്കുന്ന ഗ്വാദർ പോർട്ടിനെയും താഴെ ഇരിക്കുന്ന ജിബൂട്ടി പോർട്ടിനെ നമുക്ക് ഒമാനി ഇരുന്നടിക്കാം. മനസ്സിലായോ? ഒമാനിൽ ബ്രഹ്മോസ് വരെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പാടില്ല, കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ താഴേക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൊസാംബിക് ചാനൽ എന്ന് പറഞ്ഞ് ഞാനൊരു സ്ക്വയർ കൊടുത്തിരുന്നുവല്ലോ, അതിനകത്ത് ചൈനയുടെ പോർട്ട് അവിടെയാണുള്ളത്. 2015 നരേന്ദ്രമോദി സീഷെൽസ് എന്ന് പറയുന്ന കൺട്രിയിൽ ചെന്ന് പ്രസിഡന്റുമായിട്ട് ഒപ്പിട്ട് ഒരു ഐലൻഡ് ഫുള്ള് നമ്മൾ വാങ്ങിയായിരുന്നു. അസംഷൻ ഐലൻഡ് എന്നുമായിരുന്നു അതിന് പേര് വരുന്നത്. ആ ഐലൻഡ് നോട്ട് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ അവിടത്തേക്ക് പ്രോ ചൈനീസ് ഗവൺമെൻറ് അവിടുത്തെ അട്ടിമറിയിലൂടെ ജയിച്ചിട്ട് നമുക്ക് അവിടെ ആക്സസ് തരാതെ ആ ഡീല് ഫുള്ള് പിന്തിരിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ പിന്നെ ആ ഡീലിനെ പറ്റി ഒപ്പോസിഷൻ പറയുന്നുണ്ട്, ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു അസംഷൻ ഐലൻഡിലെ അവിടെ വരുന്നത്. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ഓഫ് മലാക്ക എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഓയിൽ ട്രേഡ് പോകുന്നതും കാര്യങ്ങളുമൊക്കെ, അവിടെ സ്ട്രൈറ്റ് ഓഫ് മലാക്കയുടെ എൻഡ് സൈഡിൽ ചാങ്ഗി നേവൽ ബേസ് എന്ന് പറയുന്ന നേവൽ ബേസ് 2018 മോഡി ഗവൺമെൻറ്റും നമ്മളുടെ സിംഗപ്പൂർ ഗവൺമെൻറ്റും പോയി ചെന്ന് അഗ്രിമെൻ്റ് സൈൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ അവിടെ മോഡി ഗവൺമെൻറ് നിരന്തരമായിട്ട് പോയി അവിടെ പ്രസിഡന്റ് ചെന്ന് ശല്യപ്പെടുത്തി സൈൻ ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിംഗപ്പൂരിയൻ ഗവൺമെൻറ്റിൻ്റെ പോർട്ട് ഡയറക്റ്റ് ആക്സസ് ടു ഇന്ത്യൻ നേവിയാണ് സൈൻ ചെയ്ത് വാങ്ങിച്ച ഡീല്. എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഫ്യുവൽ ചെയ്യാൻ പറ്റും, നമുക്ക് റീലോഡ് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള എല്ലാ ലോജിസ്റ്റിക്കൽ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന ഒരു പോർട്ട് സിംഗപ്പൂർ നമുക്കുണ്ട്, സ്ട്രൈറ്റ് ഓഫ് മലാക്കയുടെ എൻഡ് സൈഡിൽ. അതുപോലെ തന്നെ ഇന്തോനേഷ്യ 2018 പ്രൈം മിനിസ്റ്റർ മോഡി പിന്നെയും ഇന്തോനേഷ്യയിൽ പോയി. സബാങ് പോർട്ട് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ സബാങ് പോർട്ടിൽ നമുക്ക് ഫുൾ മിലിറ്ററി ആക്സസ് വാങ്ങി തന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സബാങ് പോർട്ട് എന്ന് പറഞ്ഞാൽ. ഈ സബാങ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്ന സ്ട്രൈറ്റ് ഇല്ലേ,
അതിൻ്റെ എൻട്രൻസിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എൻട്രൻസിൽ ആ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് ചോക്ക് പോയിന്റ് ആണ്. ആ ബിഗ്ഗസ്റ്റ് ചോക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് ഇതൊരു ലാൻഡ്, ഇതിൻ്റെ രണ്ടേ നടുക്കൂടുള്ള ഗ്യാപ്പ് വെള്ളം. അപ്പൊ കപ്പൽ ഇതിലേക്കൂടെ കയറി ഇങ്ങനെ വരും, എളുപ്പ വഴിയിലൂടെ പോകാനാണ്, ഈസി റൂട്ട്. അപ്പോൾ മലാക്ക സ്ട്രൈറ്റ് ആണ് ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ 80% പോകുന്നൊക്കെ പറഞ്ഞില്ല അത്. അപ്പം ഇന്ത്യക്ക് ഇവിടെയും നേവൽ ബേസ് ആയി, ഇവിടെയും നേവൽ ബേസ് ആയി. എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഓഫ് മലാക്കയ്ക്ക് നമുക്ക് ടിമ്മെന്നടിക്കാം. എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഓഫ് മലാക്കയിൽ കൂടെ വരാൻ ഇത്രയും പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് വരുന്ന 70% ഓയിലും സ്ട്രൈറ്റ് ഓഫ് മലാക്ക വഴിയാണ് വരുന്നത്. ചൈനയിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള 60% ട്രേഡ്, ഗുഡ്സ്, ചൈനീസ് ടോയ്സ് എല്ലാം ഈ സ്ട്രൈറ്റ് ഓഫ് മലാക്ക വഴിയാണ് വരുന്നത്. ഈ സ്ട്രൈറ്റ് ഓഫ് മലാക്ക നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇൻഡോ വിയറ്റ്നാം ഡയമണ്ട് എന്ന് പറയുന്ന ഒരു മുത്തിനെയും കൂടെ കിട്ടി. പ്രൈം മിനിസ്റ്റർ മോഡി വിയറ്റ്നാം ഗവൺമെന്റിനെ പോയി കണ്ടു. 2016 സ്ട്രാറ്റജിക് അഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ കാം റാങ് പോർട്ട്, CAMRANH, കാം റാങ് പോർട്ട് എന്ന് പറയുന്ന പോർട്ട് ഇന്ത്യൻ മിലിറ്ററി ബേസ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് നമുക്ക് മിലിറ്ററി ബേസ്, അവിടെ നമുക്ക് ബ്രഹ്മോസും മിസൈൽസും കാറുകളും ടാങ്കുകളും പ്ലെയിനുകളും എല്ലാം സ്ഥാപിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം പോർട്ടല്ല ബേസ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ഡയമണ്ടും കൂടെ വന്നിട്ടുണ്ട്. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം 2020 സെപ്റ്റംബർ 9 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നാണ് നടന്നത്. പ്രൈം മിനിസ്റ്റർ മോഡി പിന്നെയും ജപ്പാനിൽ പോയി അവിടുത്തെ ഒരു ഡീല് സൈൻ ചെയ്തു. ആ ഡീലിൻ്റെ പേരാണ് അക്വസിഷൻ ആൻഡ് ക്രോസ് സർവീസിംഗ് അഗ്രിമെന്റ് ഇന്ത്യ ആൻഡ് ജപ്പാൻ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാവുന്ന അറിയത്തില്ല, ഇന്ത്യയിലെയും ജപ്പാനിലെയും പോർട്ടുകളിൽ എൻ്റെ സബ്മറൈൻ കൊണ്ട് അവിടെ കൊണ്ടുപോയാൽ അവിടെ റീഫ്യൂൽ ചെയ്ത് അവിടെ സർവീസ് ചെയ്ത് അവിടുന്ന് പോവാം. ജപ്പാനിലെ സബ്മറൈൻ വന്നാൽ ഇവിടെ കൊച്ചിയിലിട്ട് സർവീസ് ചെയ്ത് റീഫ്യൂൽ ചെയ്തിട്ട് പോവാം. എന്ന് പറഞ്ഞാൽ ഫുൾ സപ്ലൈ എക്സ്ചേഞ്ച് ആൻഡ് ലോജിസ്റ്റിക്കൽ എക്സ്ചേഞ്ച് ആണ് അവർ പറയുന്നത്. മനസ്സിലായോ? ഇന്ത്യക്ക് അവരുടെ പോർട്ട് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, അവരുടെ എയർഫീൽഡുകൾ അവർ തന്നേക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പോർട്ടുകളും ജപ്പാൻ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കണമെങ്കിൽ ട്രാക്ക്, റൂട്ട്, നേവൽ എൻകൗണ്ടേഴ്സ്, വേറെ കാണുന്ന ഷിപ്പുകൾ, ഈ ഡേറ്റാസ് എല്ലാം നമുക്ക് കിട്ടും. ജപ്പാൻ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാവോ? ജപ്പാന്റെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആരാ അറിയാവോ? ചൈന മെയിൻ ലാൻഡുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഐലൻഡ് നേഷൻ ജപ്പാനാണ്. ജപ്പാൻ നേവൽ പോർട്ടിൽ നമുക്ക് നമ്മുടെ സബ്മറൈൻസോ ബോട്ടോ കൊണ്ടിടുകയെങ്കിൽ നമുക്ക് ചൈനയുടെ ഹാർട്ടിൽ അടിക്കാം. മനസ്സിലായോ? അത് അടിക്കുകയും ചെയ്യും. അതിനാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്ത് അവിടെ കൊണ്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ കാം റാൻ എന്ന് പറയുന്ന വിയറ്റ്നാമും ചൈനയുടെ തൊട്ടടുത്താണ്. ചൈനയുടെ താഴെ നമുക്ക് വിയറ്റ്നാം വന്നിട്ടുണ്ട്, ചൈനയുടെ റൈറ്റ് നമുക്ക് ജപ്പാൻ വന്നിട്ടുണ്ട്, നമുക്ക് ചൈനയുടെ താഴെ നമ്മൾ ഇന്ത്യ തന്നെ ഉണ്ട്. ഈ എല്ലാ ചൈനയുടെ ലെഫ്റ്റിൽ നിന്ന് നമുക്ക് മറ്റേ ഒമാനിൽ നിന്നുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഈ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. മുകളിൽ മാത്രം ചൈനയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചൈന ക്യാൻ പുൾ ബാക്ക്, മുകളിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ വന്ന് ട്രാപ്പ് ചെയ്ത സമയത്താണ് മംഗോളിയ എന്ന് പറയുന്ന രാജ്യത്തിനെ പറ്റി നമ്മളെ പ്രൈം മിനിസ്റ്റർ കേൾക്കുന്നതും ചെല്ലുന്നതും. മംഗോളിയയിലേക്ക് the first Indian Prime Minister ever to visit Mongolia is Prime Minister Narendra Modi. ഇതുവരെ ഒരു പ്രൈം മിനിസ്റ്റർ നമ്മൾ 70-80 വർഷമായെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും പോയി വിസിറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അവിടെ പുള്ളി പോയി പ്രസിഡന്റിൻ്റെ കൂടെ ഡാൻസ് കളിച്ചു, പ്രസിഡന്റിന്റെ മോളുടെ കൂടെ ടേബിളിൽ ചുറ്റും ഓടി, ഇതെല്ലാം കാണിച്ച് തിരിച്ചു വന്നപ്പോൾ ഒറ്റ വിസിറ്റിലാണ് ഇന്ത്യ മംഗോളിയ എയർ കോറിഡോർ സൈൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ചൈന നടുക്കുണ്ട്, എന്നാലും ഇന്ത്യ മംഗോളിയ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ ഫാസ്റ്റസ്റ്റ് എയർ റൂട്ട് ചൈനയുടെ മണ്ടേ കൂടാ. ഈ രണ്ട് രാജ്യവും ഒപ്പിട്ട് കഴിഞ്ഞാൽ ചൈനക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അത് അവരുടെ സോവറിൻ റൈറ്റ് ആണ്. അങ്ങനെ അതും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തിരിച്ചു വന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കി. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? റിലേഷൻഷിപ്പ്, നിരന്തരമായ വിസിറ്റ് മാത്രമല്ല, $1 ബില്യൺ മംഗോളിയയ്ക്ക് ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തത്. അത് കൊടുത്തതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നോ
ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണം തിരിച്ചു തന്നില്ലെങ്കിൽ അത് വേണം ഇത് വേണം ഒന്നുമില്ല. മനസ്സിലായോ? ഫ്രണ്ട്ഷിപ്പ് ജസ്റ്ററായിട്ട് അവർക്ക് $1 ബില്യൺ വെറുതെ കൊടുത്തു. അങ്ങനെ മംഗോളിയ നമുക്ക് എയർ കോറിഡോർ സമ്മാനം ചെയ്തു, ചൈനയുടെ നടുക്കൂടെ. അതുപോലെ തന്നെ ഇറാൻ ഒരു ചബഹാർ പോർട്ട്, ചബഹാർ CHABAHAR പോർട്ട്, ചബഹാർ പോർട്ട് എന്ന് പറയുന്ന പോർട്ട്, നമ്മൾ ഇറാൻ ഏകദേശം 2020 അതിന് മുന്നേയൊക്കെ ഭയങ്കര എക്കണോമിക് ക്രൈസിസിൽ നിന്നപ്പം നരേന്ദ്രമോദി അവിടെ പോയി ഇറാനിൽ പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് $500 മില്യൺ കൊടുത്ത് സഹായിച്ചു അവരുടെ കടക്കെണിയിൽ നിന്ന് വെളിയിൽ വരാൻ. ഇത് തന്നില്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മളുടെ ആവശ്യം അവരോട് ഉന്നയിച്ചു. അങ്ങനെ ചാബഹാർ പോർട്ട് നമ്മൾ അവരെ സഹായിച്ചതിന് നമുക്കതിലേക്കുള്ള ആക്സസും ആ പോർട്ട് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആക്സസ് സൈൻ ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദി പേഴ്സണലി അവിടെ പോയി പേഴ്സണലി സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീലാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിൽ ചൈനയുടെ ഒരു ഗ്വാദർ പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവിടുന്ന് കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. മനസ്സിലായോ? നമ്മളെ അടിക്കാൻ അപ്പുറത്തെ പറമ്പിൽ അവൻ ഒരു പടക്കം കൊണ്ടുവച്ചെങ്കിൽ ആ പടക്കത്തിന്റെ പുറവിൽ നമ്മൾ കൊണ്ടൊരു അമിട്ട് വെച്ചു. മനസ്സിലായോ? ഞാൻ ആ പടം കൊടുത്തേക്കാം. അങ്ങനെയാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മാപ്പുകൾ ഈ ജപ്പാനും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്ത് വരുമ്പം പുതിയൊരു പിക്ചർ നമുക്ക് വരും. എന്ന് പറഞ്ഞാൽ വേൾഡ് മാപ്പിൽ ഒരു നൂല് കൊണ്ടുണ്ടാക്കിയ ഒരു ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ചുറ്റും ഒരു വജ്രം കൊണ്ടുണ്ടാക്കിയ ഒരു മാല തെളിഞ്ഞ് വരും. അതിനാണ് ഇത് ഡയമണ്ട് നെക്ലസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രാറ്റജി നമ്മളെ രക്ഷിക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു സ്ട്രാറ്റജി മാത്രമല്ല, നമ്മളെ അടിക്കാൻ വരുന്ന ചൈനയ്ക്ക് മണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അവൻ എവിടെ കൊണ്ട് പോർട്ട് വെച്ചോ അതിൻ്റെ പുറവിൽ നമ്മളും കൊണ്ടൊരു പോർട്ട് വെച്ചു. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് എല്ലാം എടുക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. കഴിഞ്ഞ 10 വർഷം BJP എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ആ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതും ചെയ്യുന്നതും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഭരിച്ച കോൺഗ്രസ് ആയിട്ടുള്ള സർക്കാർ ഇതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല, ഒരു കാര്യവും ചെയ്തില്ല. അത് മാത്രമല്ല ഈ ഗവൺമെന്റ് അത് മാത്രമല്ല ഈ സാധനം വരാതിരിക്കാൻ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. അത് മാത്രമല്ല ഈ സാധനം ഈ പുതിയ ഗവൺമെന്റ് ഇതിനെ കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് ഈ രാജ്യത്തിലെ യൂത്തിലേക്ക് അറിയിക്കാൻ അവർ മാക്സിമം നോക്കുക. ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് പോലും വരത്തില്ല, ഒരു പോഡ്കാസ്റ്റ്. കാരണം വലിയ ആളുകൾ പോഡ്കാസ്റ്റിൽ വന്ന് യൂത്തുകളെ പറയുക. ജയശങ്കറൊക്കെ പോഡ്കാസ്റ്റിൽ വന്ന് ഡയമണ്ട് നെക്ലസിനെ പറ്റി പറയുക. ജയശങ്കർ മാത്രമല്ല, നമ്മളുടെ തരൂരില്ലേ, ശശി തരൂർ വരെ ഡയമണ്ട് നെക്ലസിനെ പറ്റി നിങ്ങൾ പോയി പഠിക്കുന്ന പിള്ളേരോട് പറയാ. യൂട്യൂബ് ചാനലിൽ ആളുകൾ വന്ന് പറയുക. പക്ഷേ ഇതൊന്നും ഒരു കവറേജും ഇല്ല, ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു ചാനൽസും ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ചൈനീസ് അജണ്ട ആണെന്ന് പറഞ്ഞ് നമ്മളുടെ രാജ്യത്ത് ഇതൊന്നും വരത്തില്ല. ഇതെല്ലാം ചൈനീസിനെതിരെയുള്ള കാര്യങ്ങളാണ്. ചൈനീസിനെതിരെ നമ്മൾ എന്ത് ചെയ്താലും അത് വാർത്തയിൽ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ചൈനീസ് പപ്പറ്റാണെന്ന് പല വെസ്റ്റേൺ മീഡിയാസും പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ജർമ്മൻ മീഡിയാസ്. അത് ശരിയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മാത്രമല്ല, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം. BJP ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു പാർട്ടിയെ ഏറ്റവും എതിർപ്പുള്ള സംഘടനകളുടെ പേര് ഞാൻ പറയാം. ബൈ പോളാണ്. BJP ഏറ്റവും എതിർപ്പുള്ളതാണ് നമ്പർ 1 പാകിസ്ഥാൻ, നമ്പർ 2 ചൈന, നമ്പർ 3 അമേരിക്ക, നമ്പർ 4 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മനസ്സിലായോ? നമ്പർ 5 ആണ് അണ്ടർ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ നാഷണൽസ്. ഇത്രയും പേരാണ്. ഞാനും ഇവനും ഒക്കെ ഉൾപ്പെടെ അണ്ടർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നപ്പോൾ എനിക്കും BJP വെറുപ്പായിരുന്നു. പക്ഷേ ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയെ പറ്റിയും നേവൽ ബേസിനെ പറ്റിയും ഈ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇത് നേരെ ഉൾട്ടയാണല്ലോ, കോൺഗ്രസ് ആണല്ലോ രാജ്യദ്രോഹികളെന്ന് ചിന്തിച്ചു പോയി. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ നമ്മളുടെ മൊസാംബിക് സ്ട്രേറ്റ് ഇല്ലേ, അവിടെ നമുക്ക് ഒരു ഐലൻഡ് വരുമെന്നും അസംഷൻ ഐലൻഡ് ആണെന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ വരത്തില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം കൊണ്ട് നമ്മൾ ആൻഡമാൻ ഐലൻഡ്സിലേക്ക് ഇതിൻ്റെ ഒരു പോർട്ട് തുടങ്ങാനായിട്ട് ഈ ഗവൺമെൻറ്, നമ്മളെ എലക്ട് ചെയ്ത് വിട്ട ഗവൺമെൻറ് തീരുമാനിച്ചു.
ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ 0.02 ലാൻഡാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഭയങ്കര പ്രശ്നം കോൺഗ്രസിനും പാകിസ്ഥാനും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം UN അവതരിപ്പിച്ചത് ആദ്യം പാകിസ്ഥാനാണ്. പ്രകൃതി സംരക്ഷണം. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ഏറ്റവും വലിയ വൃക്ഷങ്ങൾ മുറിച്ച് കളയും, 0.02 ലാൻഡ് നശിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോറൽ റീഫ് നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ പോർട്ട് പണിയുന്നതിന് പാകിസ്ഥാൻ UN കംപ്ലൈൻറ്റ് കൊടുത്തു. രണ്ടാമത്തെ കംപ്ലൈൻറ്റ് ഉടനെ പോയി, രണ്ടാമത്തെ സിറ്റിങ്ങിൽ ചൈനയുടെ കംപ്ലൈൻറ്റ്. ഒരിക്കലും ഇന്ത്യയെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ നേവൽ ബേസ് കൊടുക്കാൻ പാടില്ല, കാരണം അത് ലോകത്തിൻ്റെ താപനില മാറ്റും, മറ്റേത് മാറ്റും, റീജിയണൽ സെക്യൂരിറ്റിക്ക് പ്രശ്നമാണ്, മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്തു. മൂന്നാമത് UN കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകളുടെ പേരാണ് അമേരിക്ക. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യും, അവിടെ കോറൽ റീഫ്സ് നശിക്കും, അവിടെ മാത്രം മുട്ട ഇടുന്നൊരു കിളിയുണ്ട്, അത് നശിച്ചു പോവും. 0.02 ലാൻഡ് നമ്മളുടെ സുപ്രീം കോടതി നമ്മളുടെ ഗവൺമെൻറ് അനുവദിച്ചിട്ട് അവിടെ പണിയാൻ സമ്മതിക്കുന്നില്ല. പാകിസ്ഥാൻ, ചൈന, അമേരിക്ക, ഇത് മൂന്നും കൂടാതെ ഈ ഡയമണ്ട് നെക്ലസ് എങ്ങനെങ്കിലും കൊണ്ടുവന്ന് ചൈനയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ നമുക്ക് പുറകിൽ നിന്നൊരു കുത്തി കിട്ടി. ലോകം മുഴുവൻ ട്രാവൽ ചെയ്ത് ഇന്ത്യയിലെ ഒരു ചതിയൻ മിസ്റ്റർ രാഹുൽ ഗാന്ധി UN ഇന്ത്യൻ മീഡിയയിലും കള്ളത്തരം പറഞ്ഞ് ആൻഡമാൻ നിക്കോബാറിൽ ഇത് കൊണ്ടുവരാതിരിക്കാൻ അവൻ രാവിലെ തൊട്ട് രാത്രി വരെ പ്രചരണം നടത്തുകയാണ്. കാരണം അവൻ ഇത് എന്തുവാണെന്ന് ഒന്നെങ്കിൽ അവന് വിവരമില്ല, അല്ലെങ്കിൽ അവൻ ഇതൊന്നും അറിയത്തില്ല, 3 അവൻ ചൈനയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുവാണ്. only 3 പോസിബിലിറ്റീസ്. ഒന്നാവാം അവൻ ഇതൊന്നും അറിയാത്ത മണ്ടനാവാം, 2 ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത വിവരമില്ലാത്ത പൊട്ടനാവാം, 3 അവൻ ചൈനയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇന്ത്യയെ ചതിപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങളെ എനിക്ക് ലോജിക്കലി ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പറ്റൂ. 4ാമത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4 പേരാണ് ആൻഡമാൻ നിക്കോബാറിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന് അറിയാമോ? സ്ട്രേ ഡോഗ്സിൻ്റെ റൈറ്റ് അവർക്ക്. ഗൈസ്, എനിക്കിത് ഇഷ്ടമാണോ അല്ലയോ അതൊന്നും ഡസൻറ്റ് മാറ്റർ, ബട്ട് ദീസ് ആർ നോട്ട് വർത്ത് ദ ഡിബേറ്റ്. കാരണം ഇതൊക്കെ ഡിസ്ട്രാക്ഷൻസ് മാത്രമാണ്. നമ്മളുടെ മതിലിൻ്റെ അപ്പുറത്ത് സബ്മറൈൻസ് ന്യൂക്ലിയർ മിസൈൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു കോഴിമുട്ട ഇടുന്നത് പ്രത്യേക രീതിയിലാണ്, അവരെ സംരക്ഷിക്കണം, അതുകൊണ്ട് അവിടെ നേവൽ പോർട്ട് വരണ്ട എന്ന് പറയുന്നവൻ ആരോ അവൻ രാജ്യദ്രോഹിയാണ്. ഹീ ഷുഡ് ബി പണിഷ്ഡ് ബൈ ലോ. മനസ്സിലാവും? അവൻ വിവരമില്ലായ്മ എന്ന് പറഞ്ഞവനെ വെറുതെ വിടാം, വിവരം ഉണ്ടായിട്ടാണ് ഇവൻ പറയുന്നതെങ്കിൽ ഹീ ഷുഡ് ബി പണിഷ്ഡ് എന്നുള്ള ആളാണ് ഞാൻ, എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഡിസ്ട്രാക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ BJPയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണ്ട, അങ്ങനെ ഒന്നും പറയുന്നില്ല. പക്ഷേ നാഷണലിസ്റ്റിക് പാർട്ടി ഏതാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കുറച്ചുകൂടെ വിവരമുള്ളവർ നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക, വാട്ട് ആം ഐ ഡൂയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളെ ചായ കുടിക്കാൻ പോകുന്ന കട, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സൈക്ലിങ്ങിന് ബൈക്കിന് പോകുന്ന ബൈക്ക്, അല്ലെങ്കിൽ നമ്മൾ കയറാൻ പോകുന്ന മല, ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഭാരതം എന്ന് പറയുന്ന മണ്ണ് ഇവിടെ ഉണ്ടായോണ്ടാണ്. അവിടേക്ക് ചൈനീസും പാകിസ്ഥാനും നശിപ്പിക്കാൻ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ഒരു പാർട്ടിയും അവരെ എതിർക്കാൻ വേറൊരു പാർട്ടിയുമായ ഒരു കാലത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അങ്ങനെയുള്ളൊരു ഭാവിയിലേക്ക് നമ്മൾ പോവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പോഡ്കാസ്റ്റ് നിർത്തുന്നു. ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ കണ്ടൻസ് ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയാതെ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ പറഞ്ഞ പ്രശ്നമാവും. ജിയോ പൊളിറ്റിക്കൽ പോഡ്കാസ്റ്റ് പൊളിറ്റിക്കലായിട്ട് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സീ ദിസ് ഫ്രം എ പോസിറ്റീവ് പെർസ്പെക്റ്റീവ്. അതേപോലെ തന്നെ ഗൈസ്, ഞങ്ങളിവിടെ ഞങ്ങളുടെ ഐഡിയാസും ഐഡിയോളജീസും ഞങ്ങളുടെ ഒപ്പീനിയൻസും ഷെയർ ചെയ്യുന്നത്. You don't have to confine with us. നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഫീൽ ഫ്രീ. പക്ഷെ എന്തായാലും ഫാക്ട്സ് ആർ ഫാക്ട്സ്. നിങ്ങൾ മറക്കാതിരിക്കുക, അത് കാണാതിരിക്കരുത്. ഡോണ്ട് ബി ബ്ലൈൻഡ്. മാത്രമല്ല, ചൈന എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ഒരു ടെക് ക്യൂട്ടി ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ആദ്യത്തെ 20 മിനിറ്റ് എടുത്ത് അവർ കൊന്ന ആളുകളുടെയും അവർ പിടിച്ചെടുത്ത മോങ്സിന്റെ മണ്ടേ ബോംബിട്ടവരുടെ കഥയും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തന്നത്. അവരുടെ രാജ്യക്കാരോട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചൈനയ്ക്ക് അവരുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന 24 കൺട്രീസ് ഉണ്ട്. 22 പേരുമായിട്ടും ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉള്ള രാജ്യമാണത്. മനസ്സിലായോ? ചൈന എന്ന് പറയുന്ന ഒരു മോഡേൺ ഡേ ഡിക്റ്റേറ്റർഷിപ്പ്. ചൈന ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സുപ്പീരിയർ ആയിട്ടുള്ള എയർ പവർ.
അതെ. ചൈനയ്ക്കാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ്സ്. അവർക്കാണ് ഇപ്പൊ പറയുന്നത് ചൈന ആസ് ഓൺലി കൺട്രി ടു പൊസസ് 6th generation ഫൈറ്റർ. അമേരിക്കയ്ക്ക് പോലും ഇല്ല. അതിനെ കുറിച്ചുള്ള ഡേറ്റാസ് പോലും നമുക്കില്ല. അതെ. കാരണം അതിനെ റഡാറിലോ സാറ്റലൈറ്റിലോ ഒന്നും ഇതുവരെ ട്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല, അവരുടെ ടെസ്റ്റ് ഫ്ലൈറ്റ്സ് പോലും. അമേരിക്കയ്ക്ക് F-47 ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ വി ഡോണ്ട് നോ. ഇതൊക്കെ തടയാൻ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മാക്സിമം മുക്കറ ഇടുമ്പോ ഇതൊക്കെ ആന്റി നാഷണൽസ്, ഇത് ഈ മണ്ടൻ അറിയാതാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവനെ പിടിച്ചു മാറ്റുക. ഇവൻ ഇത് അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നതെങ്കിൽ അവനെ ജയിലിൽ അടയ്ക്കുക എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കാരണം രാജ്യദ്രോഹമാണ് ഗൈസ്. ഇതിനെപ്പറ്റി ഒരു 10 minutes സ്പെൻഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഹാപ്പനിങ്. സം പീപ്പിൾ ആർ ഫൈറ്റിംഗ് ഫോർ അസ് ഈവൻ വെൻ വി ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദം. എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോകാത്തൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ അത് ഇച്ചിരി പൊളിറ്റിക്കല. പറഞ്ഞോ. നമ്മുടെ മീഡിയ വൺ ചാനലില്ലേ, മീഡിയ വൺ ചാനലാണ് ഈ മോദി അനാവശ്യമായി രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് എണ്ണത്തിൽ വെക്കും. മീഡിയ വണ്ണും ജീവൻ ടിവിയും. അവന്മാർ രണ്ടുപേരും കൂടെ മീഡിയ വൺ അന്ന് പ്രൊപ്പഗേണ്ട അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും അതും എല്ലാം. നിങ്ങൾ ഒരു 1 year ട്രാക്ക് ന്യൂസ് ലൈവിലൊക്കെ എന്തൊക്കെയൊക്കെയാ പറഞ്ഞിട്ടുണ്ട്. സോ മീഡിയ വണ്ണൊന്ന് വെച്ച് തല പുഴിപ്പിക്കാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഉള്ള പോലെ പറയാണ്. മത ചാനലുകൾ, മീഡിയ വണ്ണും ജനവും എല്ലാം മതമാണ്. മത ചാനലുകൾ കാണാതിരിക്കുക, അത് മതപ്രാന്തന്മാർക്ക് വിട്ടുകൊടുക്കുക. ജനവും മതമാണ്, മീഡിയ വണ്ണും ജീവനും എല്ലാം മതമാണ്. സോ ഗൈസ്, അത്രയൊക്കെ പറഞ്ഞോണ്ട് ഇതൊരു പൊളിറ്റിക്കൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലെറ്റ് us know in the comment section. പക്ഷെ ഇതേപോലെ നമ്മൾ അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യത്തില്ല, കാരണം ജീവഭീഷണി ഭയങ്ങളും ഞങ്ങൾക്ക് വരുന്നുണ്ട്. വീട്ടിൽ ബോംബിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കമന്റ്സ് ഒക്കെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണാത്തതാണ്. സോ എന്തായാലും ഗൈസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേരേണ്ടവർക്ക് ചേരാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതെ, ഇതുപോലുള്ള ഡിസ്കഷൻസ് വരാം. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു മച്ചാൻ വന്ന് കുറച്ച് ബാഡ് ഡിസ്കഷൻസ് നടത്തി. അതുപോലുള്ള ഡിസ്കഷൻസ് നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല. കാരണം പുള്ളി ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറ്റി കുറച്ച് പ്രോ കമൻസുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള കമന്റുകളൊന്നും നമ്മൾ സമ്മതിക്കുന്നതല്ല. അത് നാഷണലിസ്റ്റിക് ചാനലാണത്. So guys, Sri here. ഗൈസ്. Talk to you guys later. Bye.